ചെയ്യുന്നു. പ്രോഗ്രാം റെക്കോർഡ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും ഇന്ന് പങ്കെടുക്കാൻ ഇരിക്കുന്നവർക്കും എല്ലാവർക്കും സ്വാഗതം. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നലെ നമ്മൾ 7 തന്ത്രങ്ങളിൽ, അതായത് 7 സീക്രട്സ്, 7 ടൂൾസ്, ലോ ഓഫ് അട്രാക്ഷന്റെ 7 ടൂൾസ് പഠിച്ചു. ഈ 7 ടൂൾസില് നമ്മൾ പഠിച്ചത് 5 ടൂൾസ് പഠിച്ചു. ഇനി 2 ടൂൾസ് കൂടി ഉണ്ടായിരുന്നു. 2 ടൂൾസ് കൂടി ഉണ്ട്. അപ്പൊ ഈ 2 ടൂൾസ് പഠിപ്പിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇന്നലെ എന്തൊക്കെ പഠിച്ചു, നിങ്ങൾ എന്ത് മനസ്സിലാക്കി, നിങ്ങൾ പഠിച്ചത് കാണാപ്പോൾ അതേപോലെ അല്ല, നിങ്ങൾ ഇന്നലെ ഞാൻ പറഞ്ഞതെന്ന് എന്ത് മനസ്സിലാക്കി എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇന്ററാക്ഷനിലൂടെ നമുക്ക് പോകാം. ആരെങ്കിലും ഒരാൾ പറയുക, നിങ്ങൾ ഇന്നലെ പഠിപ്പിച്ചതിൽ നിന്നും എന്ത് മനസ്സിലാക്കിയെന്ന്. ആരെങ്കിലും ഒരാൾ ഇന്നലെ പഠിപ്പിച്ച മൊത്തം കാര്യങ്ങൾ ഒന്ന് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എഴുന്നേക്കുക. പത്മമാം പറയാമോ? ഹലോ, ആരെങ്കിലും ഒന്ന് പറയൂ. നിങ്ങൾക്ക് അറിയാവുന്നവരെല്ലാവരും ഒക്കെ ചോദ്യം ചോദിക്കുമ്പോഴത്തേ ആൾക്കാർക്ക് ഒരു മടി പറയാൻ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എല്ലാവർക്കും? മാം ഒന്ന് പറയാൻ കൊള്ളാം. മാം ഒരു ട്രെയിനറും കൂടെ ആയതുകൊണ്ട്. ആദ്യം സാർ പറഞ്ഞത് ഡെഫിനീഷൻ ആണ്. ഓക്കെ. നമ്മുടെ ചിന്തകളും വിശ്വാസങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് സമാനമായ അനുഭവങ്ങളെ ആകർഷിക്കുന്നു. നമ്മൾ സ്വയം മാറുവാൻ തീരുമാനിക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ളവയും മാറാൻ തുടങ്ങുന്നു. പിന്നെ സാർ, ഫോക്കസ് ഓൺ വൺ തിങ്. ഫസ്റ്റ് പോയിന്റ്, പറഞ്ഞോളൂ 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 മാം പറഞ്ഞോളൂ. മാം, ഫോക്കസ് ഓൺ വൺ തിങ്, അച്ചീവബിൾ ഡ്രീംസ്, ഓക്കെ, പിന്നെ വിഷ്വലൈസേഷൻ, ഹീലിംഗ്. ഓക്കെ. അപ്പൊ ഞാനിനി തുടങ്ങാം. ഇനി ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇന്നലെ പറഞ്ഞതിൽ നിങ്ങൾക്ക് മനസ്സിലായി, എല്ലാവർക്കും ഫോക്കസ് വരെ മനസ്സിലായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫോക്കസ് വരെ അതിൻ്റെ ഞാൻ നല്ല രീതിയിൽ തന്നെ ക്ലാസ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഫോക്കസ് എങ്ങനെ ചെയ്യണം, ഫോക്കസ് ചെയ്യാനുള്ള നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത്, അതിൻ്റെ അരിപ്പകളിലൂടെ കടന്നു പോകുന്നത്, ഒരു കാര്യം മാത്രം ഫോക്കസ് ചെയ്യുക, ഒരു കാര്യം. നമ്മൾ റെഡ് കാർ ടെക്നിക്ക് പഠിപ്പിച്ചു. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞു. അപ്പൊ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോക്കസ് വരെ നിങ്ങൾ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനി നമ്മൾ അടുത്തത് ഫോക്കസ്, രണ്ടാമത്തെ കാര്യം നമ്മൾ പിന്നെ അർഹത, നമുക്ക് പിന്നെ സാധ്യത ഉള്ള കാര്യങ്ങൾ എടുക്കണം. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സാധ്യതകളുടെ ഒരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. ആ സാധ്യതകൾ നിങ്ങൾക്ക് മനസ്സിലായോ? സാധ്യത ഫോക്കസ് വരെയാണ് പറഞ്ഞത്. ഫോക്കസ് ചെയ്യുമ്പോൾ സാധ്യത ഉള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അക്കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് തർക്കമുണ്ടോ? ആർക്കെങ്കിലും ക്ലാരിഫിക്കേഷൻ വല്ലതും വേണോ? അർഹത ഉള്ള ഇല്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യത ഉള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യണമെന്ന് പറയുന്നതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പൊ സംശയങ്ങൾ ഇല്ല എന്നൊരു അർത്ഥത്തിൽ ഞാൻ അടുത്ത ഘട്ടത്തിലേക്ക് പോവാണ്. അടുത്ത നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യമാണ്, ഓടിച്ചാണ് പറഞ്ഞത്. നിങ്ങളുടെ ഡ്രീംസിൽ നിങ്ങൾ ബിലീവ് ചെയ്യണം. ബിലീവ് ഇൻ യുവർ ഡ്രീംസ്. നിങ്ങളുടെ ഡ്രീംസിൽ നിങ്ങൾ വിശ്വസിക്കണം. കാരണം നമ്മൾ 2 അരിപ്പയിൽ കൂടി കൊണ്ടുവന്ന ഈ ഡ്രീമും നമ്മുടെ മനസ്സും, അതായത് ക്രിട്ടിക്കൽ മനസ്സുമായിട്ട്. ഹലോ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? എന്നെ കാണാമോ? നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? നമ്മൾ ഈ സ്ലൈഡിന്റെ മുകളിൽ കാണാമല്ലോ. ഹലോ, കാണാൻ പറ്റുന്നുണ്ട്. ശരി ശരി, ഓക്കെ. അപ്പൊ
നമ്മുടെ ക്രിട്ടിക്കൽ മൈൻഡും നമ്മുടെ വിശ്വാസങ്ങളും തമ്മിലൊരു ഏറ്റുമുട്ടുണ്ടാവും. നമ്മളൊരു ഡ്രീം സെലക്ട് ചെയ്യുമ്പോൾ ഇത് നടപ്പാവുമോ ഇല്ലയോ എന്ന് ഒരു സംശയങ്ങൾ, ആ സംശയം പാടില്ല നമ്മൾ. പിന്നെ ഞാൻ ഒരു ഉദാഹരണം പറയാം. അതായത് ഒരു സംഭവമാണിത്. ഒരു നിരീശ്വരവാദിയായ ആള്, അയാൾക്ക് യുക്തിവാദിയാണ്. അയാൾ പിന്നെ ഒരു പ്രായപൂർത്തിയായപ്പോൾ മുതൽ 18 വയസ്സ് മുതൽ യുക്തിവാദി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അതിന്റെ ഒരു വലിയ ജില്ലാ തലത്തിലുള്ള ഒരു നേതാവായിട്ട് വളരുകയും ചെയ്ത ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന് ഈ അന്ധവിശ്വാസങ്ങളോ പിന്നെ നേർച്ചകളോ പള്ളിപ്പോക്കുകളോ അല്ലെ അമ്പലത്തിൽ പോക്കുകളോ ഒന്നും വിശ്വാസമില്ലാതെ എല്ലാത്തിനും എതിർത്ത് അതിന്റെ ഒരു അറിയപ്പെടുന്ന നേതാവാണ്. അപ്പൊ ആ ഒരു ഇടയ്ക്ക് നാട്ടിലെ റൂമർ വരുന്നു, ഇദ്ദേഹം വേളാങ്കണ്ണിയിൽ പോയി ഒരു നേർച്ച അവിടെ നിന്ന് പോയി പ്രാർത്ഥിച്ചെന്ന്. അപ്പൊ ഇദ്ദേഹം മടങ്ങി വന്ന് കുറെ ദിവസം ആൾക്കാരെ കണ്ടില്ല. അപ്പൊ പലരും ചോദിച്ചപ്പോ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അടുത്ത ഒരു സുഹൃത്ത് ചോദിച്ചു, നിങ്ങളിങ്ങനെ വേളാങ്കണ്ണി പോയത് ശരിയാണോ? അത് ഇങ്ങനെ കേട്ടു, ഇങ്ങനെ കണ്ട ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ. അങ്ങാര് പറഞ്ഞു, എനിക്ക് ഇതിനകത്ത് വിശ്വാസം ഉണ്ടായിട്ടല്ല, പിന്നെ എൻ്റെ മകൾക്ക് അടുത്ത തന്നെ ഒരു വലിയൊരു ഓപ്പറേഷൻ ഉണ്ട്, അത് വളരെ സീരിയസ് ആണ്. അപ്പം വൈഫ് പറഞ്ഞു, നിങ്ങൾ എന്തായാലും വേളാങ്കണ്ണിയിലൊന്ന് പോയി നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് അല്ലേ, നമ്മൾ ഒരേ ഒരു മോളാണുള്ളത്, അതിന്റെ ഓപ്പറേഷൻ ആണ്, ഒന്ന് പോയി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അപ്പം എനിക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ വിചാരിച്ചിട്ട് നടക്കുന്നെങ്കിൽ നടക്കട്ടെ, അപ്പൊ ഇനി ഈ വേളാങ്കണ്ണിക്ക് എന്തെങ്കിലും ശക്തി ഉണ്ടെങ്കിലോ. അപ്പൊ അങ്ങാർക്ക് നിരീശ്വരവാദിയായിട്ട് യുക്തിവാദിയായിട്ട് നടന്ന ഒരാൾക്ക് ഒരു ഇഷ്യൂസ് വന്നപ്പോ അങ്ങാരുടെ ബിലീവിൽ തർക്കമാണ്, ശരിയാണോ തെറ്റാണോ, അതായത് വേളാങ്കണ്ണി പോകുന്നത് ശരിയാണോ ഇല്ലെങ്കിൽ വേറെ അടുത്ത് പോകുന്നത് ശരിയാണോ എന്നല്ല, അങ്ങനെ വിശ്വാസത്തിൽ അങ്ങാർക്ക് തർക്കം. അത് മനുഷ്യർക്കെല്ലാം വരുന്ന ഒരു തർക്കമാണ് ഈ നമ്മുടെ വിശ്വാസത്തില്, നമ്മുടെ രീതികളില്. അപ്പൊ അങ്ങനെയുള്ള തർക്കം നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഡ്രീംസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഡ്രീം സെലക്ട് ചെയ്യുന്നവരെ തർക്കമാകാം. ആ ഒരു ഡ്രീംസ്, അത് നടക്കാൻ സാധ്യതയുള്ള ഡ്രീംസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അടിയുറച്ച് വിശ്വസിക്കും. ആരെങ്കിലും പറഞ്ഞാലും, ലോകത്ത് ആരെങ്കിലും നിങ്ങളെടുത്ത് അത് അങ്ങനെ നടക്കത്തില്ല എന്ന് പറഞ്ഞാലും നിങ്ങൾ അത് സമ്മതിക്കരുത്. നിങ്ങളത് ആ ഡ്രീംസ് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കണം. അവിടെ ചാഞ്ചാട്ടം പാടില്ല. ചാഞ്ചാട്ടം പാടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ ഈ പിന്നെ ക്രിട്ടിക്കൽ മൈൻഡ് അതിനെ ചോദ്യം ചെയ്യുകയും നമ്മുടെ ഡ്രീംസും പോവും, വിശ്വാസവും പോവും, നമ്മുടെ പിന്നെ ലവ് ഓഫ് അട്രാക്ഷൻ ഒക്കെ പോവും. അപ്പൊ സെലക്ട് ചെയ്യുന്നത് വരെ ഉള്ളു തർക്കം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തർക്കമില്ല. നിങ്ങൾ അന്ധമായി അതിൽ വിശ്വസിക്കുക, നടപ്പാക്കും ഞാൻ എന്ന് അന്ധമായി അങ്ങ് വിശ്വസിക്കുക. അതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ബിലീഫ്. അടുത്താണ് വിഷ്വലൈസേഷൻ. ആ ബിലീഫ് അത് ഞാൻ ഇന്നലെ ഒരു ദിവസം പറഞ്ഞാണ്, എങ്കിലും ആ ഒരു ഫ്ലോയ്ക്ക് വേണ്ടി പറയാം. ആ വിഷ്വലൈസേഷന് നമ്മൾ ഇത് നടക്കുന്നത് പോലെ കാണും. നമ്മുടെ ഡ്രീംസ് നമ്മുടെ മനസ്സിൽ എപ്പോഴും കൊണ്ടു നടക്കണം. അത് നടപ്പാകുന്നു. ആ നടപ്പായി എങ്ങനെ ഇരിക്കും? ഞാനൊരു പിന്നെ ജോലി കിട്ടി, ഇല്ലെങ്കിൽ ഞാൻ ഒരു ജോലി കിട്ടി, ഞാനിപ്പം ലേബർ ഓഫീസറായിട്ട് റിട്ടയർഡ് ആയ ആളാണ്. അപ്പൊ ലേബർ ഡിപ്പാർട്ട്മെന്റ് ഞാൻ ജോലി കിട്ടുന്ന ആഗ്രഹിക്കുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ എൻ്റെ ഒരു പ്രൊമോഷൻ ഞാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, ഞാൻ അതേപോലെ ആ പ്രൊമോഷൻ പോസ്റ്റിൽ ഞാൻ എങ്ങനെ ആക്ട് ചെയ്യും? അപ്പോൾ ആൾക്കാർ എങ്ങനെ പ്രതികരിക്കും? അപ്പോൾ എങ്ങനെയൊക്കെയാണ് സ്റ്റാഫ് പ്രതികരിക്കുന്ന, ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കും? ഈ കിട്ടുന്ന അംഗീകാരം, ഇതൊക്കെ നമ്മൾ ആ ഭാവനയില് നമ്മള് വിഷ്വലൈസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ മനസ്സിന്റെ ഉപബോധ മനസ്സിലേക്ക് അങ്ങ് പതിയും. അപ്പൊ ആ വിഷ്വലൈസേഷന് വളരെ പ്രാധാന്യമാണ്. അത് ഇന്നലെ പറഞ്ഞാണ്, അതുകൊണ്ട് ഞാൻ ഓടിച്ചു പോവുകയാണ്. അടുത്തത് ഹലോ, ആൾക്കാരിങ്ങനെ ഇല്ലെങ്കിലും ഫോൺ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പൊ വിഷ്വലൈസേഷന് വളരെയധികം പ്രാധാന്യമാണ് ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് അടുത്തത് വിഷ്വലൈസേഷൻ കഴിഞ്ഞു. അടുത്താണ് ഫീലിങ്സ് ആണ് അടുത്തത്. അതായത് നമ്മൾ ഫീൽ ചെയ്യണം. നമ്മൾക്ക് ഒരു ഹോട്ടൽ ആണ് നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അവിടുത്തെ ആ ഹോട്ടലിലെ ആ മണം, നമ്മുടെ ഒരു സ്പെഷ്യൽ ആഹാരം ഉണ്ട്, ചിലപ്പോൾ അതിനകത്ത് നമുക്കൊരു സ്പെഷ്യൽ ആഹാരം ഉണ്ടെങ്കിൽ ആ സ്പെഷ്യൽ ആഹാരത്തിന്റെ, കാരണം ഓരോ ഹോട്ടലിനും
പ്രത്യേകമായ ചില ഇത് കാണും. നല്ല രീതിയിൽ ഹോട്ടലായിരിക്കും, അവിടുത്തെ ചിലപ്പോൾ ബിരിയാണി ആയിരിക്കും, ചിലപ്പോൾ അവിടുത്തെ ചിക്കൻ കറി ആയിരിക്കും, അല്ലെങ്കിൽ മട്ടൺ ഫ്രൈ ആയിരിക്കും. അങ്ങനെ അവിടുത്തെ ആ സ്പെഷ്യൽ നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ മണം ഫീൽ ചെയ്യണം. അതുപോലെ തന്നെ ബാക്കിയുള്ള ഡിഷസ് ഇങ്ങനെയൊക്കെ ആയിരിക്കണം. അങ്ങനെ അതുപോലെ തന്നെ ഞാൻ ഒരു കളക്ടറാകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, IAS കാരനാകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, പോലീസുകാരനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, നമ്മൾ SP ആകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് ഫീൽ ചെയ്യണം. ഞാൻ ഒരു SP ആയിട്ട് IPS കാരനായിട്ട് പോകുമ്പോൾ ആൾക്കാർ കള്ളന്മാരെ എങ്ങനെ നേരിടും, കുറ്റവാളികളെ എങ്ങനെ നേരിടും, നമ്മുടെ ഓഫീസർമാര്, സഹപ്രവർത്തകർ, താഴെ ഉള്ളവർ അവരൊക്കെ ആദരിക്കുന്നതായിട്ടും പോകുമ്പോൾ സല്യൂട്ട് ചെയ്യുന്നതായിട്ടും ഞാൻ അങ്ങനെ ആദ്യം ജീവിക്കണം, ജീവിച്ച് ഫീൽ ചെയ്യണം. നമ്മളിപ്പോ ആദ്യം നമ്മൾ പറഞ്ഞതാണ്, വിശ്വാസം കഴിഞ്ഞിട്ട് വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന അനുഭവങ്ങൾ ഫീൽ ചെയ്യും. അതാണ് ഫീലിംഗ് എന്ന് പറയുന്നത്. ടേസ്റ്റ്, മണം, അംഗീകാരങ്ങൾ, ഇതെല്ലാം ഓരോ നമ്മൾ ഫീല് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഉള്ളിലേക്ക് കയറും. ഇത്തരം കാര്യമാണ് ഇന്നലെ നമ്മൾ പഠിപ്പിച്ചത്. വിഷ്വലൈസേഷൻ പഠിപ്പിച്ചു, അത് കഴിഞ്ഞിട്ട് ഫീലിങ്സ് വരെ നമ്മൾ പഠിപ്പിച്ചു. അത് ഫീൽ ചെയ്യണം. നമ്മൾ ആ ഫീലിങ്സ് നമ്മൾ ഉൾക്കൊള്ളണം. നമ്മുടെ മനസ്സിന്റെ അഗാധതയിലേക്ക് ചെല്ലുമ്പോൾ അതുപോലെ മനസ്സിൽ ആ ഫീലിംഗ് വരും. അപ്പൊ അത് നടപ്പാകാനുള്ള സാധ്യത വീണ്ടും കൂടും. അത് ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും കൂടുകയാണ്. അതായത് നമ്മൾ ആ ബിലീവ് കഴിയുമ്പോൾ ഒരു 10% ആണെങ്കിൽ വിഷ്വലൈസേഷൻ കഴിയുമ്പോൾ 20 ആവും. ആ വിഷ്വലൈസേഷൻ കഴിയുമ്പോൾ നമ്മൾ ഫീലിംഗ് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം 30% അത് നടപ്പാകാനുള്ള സാധ്യത കൂടും. അവരം കൊണ്ട് 30% ആവുന്നുള്ളൂ. ഇനിയും കുറെ കാര്യങ്ങളുണ്ട്. ഈ പഠിപ്പിച്ച വരെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കെങ്കിലും സംശയമൊന്നും ഇല്ല ആർക്കും? അല്ലെങ്കിൽ ഇത് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങളൊന്ന് പറയാമോ? ആർക്കെങ്കിലും ഇത് മനസ്സിലാകാത്തുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. ആദ്യം മുതൽ പറയണോ സർ? വേണ്ട, ആദ്യമൊക്കെ ടീച്ചർ പറഞ്ഞാണല്ലോ. ഞാൻ ഇന്ന് പഠിപ്പിച്ച ആ സാധനം ഒന്ന് പറഞ്ഞു. പറഞ്ഞോളൂ, കുഴപ്പമില്ല. ഇന്ന് സാറ് പറഞ്ഞതെന്ന് വെച്ചാല്, നമ്മളിപ്പോ ഒരു കാര്യം നമ്മളൊരു കാര്യത്തിലോട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഒരു കാരണവശാലും മറ്റുള്ളവരെന്ത് പറയുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നു അതിനെക്കുറിച്ച് നമ്മൾ ഒരിക്കലും വറീഡ് ആവരുത്. നമ്മുടെ എയിം ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതിലോട്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കണം നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. അത് മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ഇമാജിനേഷൻ നമ്മുടെ മൈൻഡിൽ തന്നെ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യങ്ങൾ നമ്മളിൽ തന്നെ ഉണ്ടാകണം. അതായത് ഇപ്പൊ സാർ ഫോർ എക്സാമ്പിൾ പറഞ്ഞത്, ഇപ്പൊ പോലീസ് ആകാനായാലും കളക്ടർ ആകാനായാലും നമ്മൾ ചെയ്യുന്ന കാര്യത്തെ കുറിച്ചുള്ള ഒരു ഇമാജിനേഷൻ നമ്മുടെ മൈൻഡിൽ കൊണ്ടുവരിക. അപ്പൊ അതിനു വേണ്ടി പ്രവർത്തിക്കുമ്പം നമുക്ക് കുറച്ചുകൂടെ ആക്റ്റീവ് ആകാനും, അത് നമ്മുടെ സ്വപ്നം പോലെ നമ്മൾ എപ്പോഴും ആ സ്വപ്നത്തിലോട്ട് നമ്മൾ ലയിച്ച് വരുമ്പോഴേക്കും ഓൾറെഡി നമ്മൾ ഒരിക്കലും ആ സ്വപ്നം നമ്മൾ കൈയടക്കും. ഓക്കെ, വളരെ നല്ല ഒരു ഇതായിരുന്നു. ഞാൻ ക്ലാസ് എടുക്കുന്നതിന്റെ ഒരു ഫീലിംഗ് തന്നെ എനിക്ക് കിട്ടി. ഞാൻ ക്ലാസ് എടുത്ത ആ ഒരു ഫീലിംഗ് തന്നെ മാം അത് പറഞ്ഞു. ഇനി അടുത്താണ് അഫർമേഷൻ, മെഡിറ്റേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ്. ഈ അഫർമേഷനും ഗ്രാറ്റിറ്റ്യൂഡും മെഡിറ്റേഷനും ഈ നമ്മുടെ കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി, നമ്മുടെ സ്വപ്നങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയുള്ള ഏറ്റവും ഉചിതമായ ടൂളാണ്. ഈ ടൂള് ബാക്കിയുള്ള ടൂള് കഴിഞ്ഞിട്ട് അടുത്ത ടൂളാണ്. നമ്മൾ നേരത്തെ 30% വരെ വന്നുള്ളൂ. ഈ ബാക്കിയുള്ള ടൂള് ഈ അഫർമേഷനും മെഡിറ്റേഷനും ഗ്രാറ്റിറ്റ്യൂഡും കൂടെ കഴിയുമ്പോൾ 60 ആവും. പിന്നെ ബാക്കിയുള്ളതാണ് പ്രാക്ടിക്കലായിട്ടുള്ള കുറെ കാര്യങ്ങൾ. അപ്പോൾ ഈ അഫർമേഷൻ നമുക്ക് ചെയ്യണം. അതായത് നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ സ്വപ്നങ്ങൾ
അത് നടപ്പാകാൻ വേണ്ടി കുറച്ച് അഫർമേഷനുകൾ നമ്മൾ പറയണം. ഈ അഫർമേഷൻ പറയുന്ന ആ അന്തരീക്ഷവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പിന്നെ സാറ് പറഞ്ഞു തരും, നമ്മുടെ ഡോക്ടർ പറഞ്ഞു തരും. എങ്കിൽ ഞാൻ എൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ബേസിക് ആയിട്ട് നമ്മൾ രാവിലെയും വൈകിട്ടും ആണ് ഏറ്റവും നല്ല സമയം. നേരം ഒരു ബ്രഹ്മമുഹൂർത്തം എന്നൊക്കെ പറയാം. ആ സമയത്തൊക്കെ സാധാരണക്കാർക്കൊത്ത് എഴുന്നേക്കാനൊക്കെ വലിയ പാടായിരിക്കും ബ്രഹ്മമുഹൂർത്തത്തിലേക്ക്. സാധാരണ വളരെ അപൂർവമായിട്ട് മാത്രമേ ആൾക്കാർ എഴുന്നേൽക്കാറുള്ളൂ. പക്ഷെ നമുക്കൊരു 4 മണിക്കും ഒരു 5 മണിക്കും ഇടയ്ക്കെങ്കിലും ആൾക്കാർ എഴുന്നേക്കുക. പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ അഫർമേഷൻ ഒരു ചെറിയൊരു മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് ആ അഫർമേഷൻ നിങ്ങൾക്ക് ചെയ്യുന്നതല്ലാണ്. ആ മനസ്സിന്റെ ഉള്ളിലേക്ക് പോകണം, അത് ഫീൽ ചെയ്യണം അഫർമേഷൻ. ഈ അഫർമേഷൻ ഫീൽ ചെയ്യുന്നതിന് മുമ്പ് ഈ അഫർമേഷൻ നമുക്ക് പണമാണെങ്കിൽ വേണ്ടെങ്കിൽ പണത്തിന്റെ അഫർമേഷൻ ചെയ്യണം. നമുക്ക് ജോലിയാണ് വേണമെങ്കിൽ ജോലിയുടെ അഫർമേഷൻ ചെയ്യണം. അഥവാ നമുക്ക് വേണ്ടത് വലിയ ഉദ്യോഗമാണെങ്കിൽ അതിന്റെ അഫർമേഷൻ ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത് എഴുതുന്ന പരീക്ഷയ്ക്ക് നമ്മൾ പഠിക്കാനാണ് പോകുന്നതെങ്കിൽ അതിന്റെ അഫർമേഷൻ ചെയ്യണം. അതല്ല നമുക്ക് ഒരു സാഹിത്യകാരനാകണം, അതിന്റെ അഫർമേഷൻ. ഇത് ഓരോന്നിനും പ്രത്യേക അഫർമേഷൻ ഉണ്ട്. അതിന്റെ ബേസിക് ആയിട്ട് കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കി നിങ്ങൾക്കൊരു അഫർമേഷൻ ഉണ്ടാകാം. ഈ നിങ്ങൾ ഉണ്ടാക്കിയ അഫർമേഷൻ വേണമെങ്കിൽ നമ്മോട് സംശയം ചോദിക്കാം. ഈ അഫർമേഷൻ ആണോ ഞാൻ നടനാകാൻ വേണ്ടിയുള്ള അഫർമേഷൻ ആണോ ഇത്, ഇങ്ങനെ മതിയോ എന്ന് ചോദിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഈ പഠിപ്പിക്കുമ്പോൾ നമ്മൾ തന്നെ പല കാര്യങ്ങളും ഡിറൈവ് ചെയ്തെടുക്കണം. നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബേസാണ്. ആദ്യം ഡിറൈവ് ചെയ്ത് നിങ്ങളുടെ ആഗ്രഹം, ചില ആഗ്രഹങ്ങൾ പുറത്തു പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഈ പറഞ്ഞതിൽ നിന്നും നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഡിറൈവ് ചെയ്തെടുത്ത് അഫർമേഷൻ പറയാം. പക്ഷെ ഈ അഫർമേഷൻ പറയുന്നതിന് മുമ്പായിട്ട് ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. ഏത് ഒരു കെട്ടിടമായിട്ട് ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങൾ അഫർമേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ഫൗണ്ടേഷൻ വേണം. അതായത് നമ്മുടെ ആഗ്രഹങ്ങൾ അഫർമേഷൻ നടത്തുന്നതിന് മുമ്പായി, അതിന്റെ അഫർമേഷൻ വാചകം പറയുന്നതിന് മുമ്പായിട്ട് ഫൗണ്ടേഷൻ വാചകം, ആ ഫൗണ്ടേഷൻ വാചകം ഞാൻ പറയുക. 1, ഐ ആം ദി ബെസ്റ്റ്. ഇത് ഞാൻ ഇപ്പൊ പറഞ്ഞത് നിങ്ങൾ കുറച്ചുകൂടെ എഫക്റ്റ് ആവാൻ വേണ്ടിയാണ്. പക്ഷെ അത് ഹൃദയത്തിൽ നിന്ന് പറയണം. നമ്മൾ പറയുമ്പോൾ ഇത് ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി ഇത് പറഞ്ഞാണ്. അത് ഹൃദയത്തിന്റെ ഭാഷയിൽ നിന്ന് നിങ്ങൾ കണ്ണടച്ചിരുന്നിട്ട് പറയും ഐ ആം ദി ബെസ്റ്റ്. അത് പറയുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യണം, ഞാൻ വലിയ മിടുക്കനാണെന്ന് ഫീൽ ചെയ്യണം, ബെസ്റ്റ് ആണെന്ന് എൻ്റെ ഹൃദയം പറയണം. എന്നെങ്കിൽ നമ്മൾ ഹൃദയം പറഞ്ഞാലേ അത് നമുക്ക് അത് ഫീൽ ചെയ്യും. ഐ ആം ദി ബെസ്റ്റ്. അങ്ങനെ 7 പ്രാവശ്യം പറയും ഐ ആം ദി ബെസ്റ്റ്, ഐ ആം ദി ബെസ്റ്റ്, ഐ ആം ദി ബെസ്റ്റ്. ഇങ്ങനെ 7 പ്രാവശ്യം പറയണം. എന്നിട്ട് അടുത്തത് ഐ ക്യാൻ, എനിക്ക് കഴിയും. ഐ ആം ദി ബെസ്റ്റ് എന്നുള്ളതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഞാൻ മിടുമിടുക്കനാണ്. മലയാളത്തിൽ പറഞ്ഞാലും മതി. എല്ലാവരും ഇപ്പം ഇംഗ്ലീഷ് അത്ര എഫക്റ്റീവായിട്ട് അർത്ഥം മനസ്സിലാക്കാതെ പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ ഐ ആം ദി ബെസ്റ്റ് എന്ന് പറയുമ്പോൾ പിന്നെ ആ ഒരു ഫീൽ കിട്ടത്തില്ല. ചിലർക്ക് ആ മാതൃഭാഷയിൽ പറഞ്ഞാലേ ഫീൽ കിട്ടും. ചിലർ തമിഴാണെങ്കിൽ ആ തമിഴ് അവർ വീട്ടിൽ സംസാരിക്കുന്ന ഭാഷ എന്നും സംസാരിക്കുന്ന ഭാഷയിൽ പറഞ്ഞാല് ആ ഹൃദയത്തിന്റെ ഭാഷയിൽ ഫീൽ ചെയ്യും. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആണെങ്കിൽ ആ ഇംഗ്ലീഷിൽ ഐ ആം ദി ബെസ്റ്റ് എന്ന് പറയുക. ഇല്ലെങ്കിൽ ഞാൻ മിടുമിടുക്കനാണ്. മിടുക്കെന്ന് പറഞ്ഞാൽ ഗുഡാണ്. ഞാൻ ഗുഡ് എന്ന് പറഞ്ഞാൽ ഞാൻ മിടുക്കനാണ്, ഞാൻ നല്ലവനാണ്. ഇപ്പൊ ഈ ഇംഗ്ലീഷിലെ ഓരോ സന്ദർഭത്തിനനുസരിച്ചാണ് അർത്ഥം മാറുന്നത്. പക്ഷെ മലയാളം ആകുമ്പം ആ വാക്കിന് അതേ അർത്ഥം തന്നെ വരുന്നത്. മറ്റേ ഒരാൾ പറഞ്ഞ പോലെ ക്യാറ്റ് എന്ന് പറയും, പിന്നെ എഴുതുന്നത് സാറ്റ് എന്ന് എഴുതും, പിന്നെ സംഗതി പൂച്ചയാണെന്ന് പറയുന്ന പോലെ അതാണ് ഇംഗ്ലീഷിന് പല വാക്കുകൾക്കും സന്ദർഭം അനുസരിച്ച് അർത്ഥം മാറിപ്പോകും. പക്ഷെ മലയാളത്തിൽ മിക്കവാറും എല്ലാത്തിനും ഒരേ അർത്ഥമായിരിക്കും. അപ്പൊ ഞാൻ മിടുമിടുക്കനാണ് എന്ന് മലയാളത്തിൽ പറഞ്ഞാലും മതി. ഇങ്ങനെ 7 പ്രാവശ്യം പറയുക. അത് കഴിഞ്ഞിട്ട് ഐ ക്യാൻ, അത് ഇംഗ്ലീഷാണ്. നിങ്ങൾക്ക് ഏറ്റവും എങ്കിൽ അങ്ങനെ പറയാം. ഇല്ലെങ്കിൽ എനിക്ക് കഴിയും. അങ്ങനെ ഞാൻ അതിന് കഴിവുള്ളവനാണ്. നിങ്ങളുടെ ഹൃദയം പറയുന്ന ആ ഭാഷയിൽ നിങ്ങളിപ്പം എനിക്ക് കഴിയും, ഞാൻ അതിന് കഴിവുള്ളവനാണെന്ന് പറയാം, എനിക്ക് കഴിയുമെന്ന് പറയാം. നിങ്ങൾക്ക് ഏതാണ് ഉചിതം ആ രീതിയിൽ ഉപയോഗിക്കാം. അടുത്തത് ഐ വിൽ, ഞാനത് നേടിയിരിക്കും, ഞാനത് ചെയ്തിരിക്കും. അത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ ഞാനത് ചെയ്തിരിക്കും. നേടാനാണ് ഉള്ളെങ്കിൽ ഞാനത് നേടിയിരിക്കും, ഞാൻ അതിൽ എത്തിച്ചേർന്നിരിക്കും. എത്തിച്ചേർന്നിരിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ അമേരിക്കയിൽ പോകാനാണ് ആഗ്രഹം, ഇല്ലെങ്കിൽ
ഇംഗ്ലണ്ടിൽ കാനഡയിൽ പോവുകയാണെങ്കിൽ ഞാൻ അവിടെ എത്തിച്ചേർന്നിരിക്കും. അങ്ങനെ നമ്മൾ ഈ 3 ഫൗണ്ടേഷനുകൾ നമ്മുടെ ആ അഫർമേഷൻ, നമ്മുടെ ആഗ്രഹത്തിന്റെ അഫർമേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ 3 ഫൗണ്ടേഷൻ ഇട്ട ശേഷം നമ്മൾ വീണ്ടും ശ്വാസം ഒന്ന് എടുക്കുകയും വിടുകയൊക്കെ ചെയ്ത് ഒരു മിനിറ്റ് ഒന്ന് റിലാക്സ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആവശ്യം അനുസരിച്ചുള്ള അഫർമേഷൻ പറയണം. ആവശ്യമുള്ളത് ഇപ്പം നമുക്ക് സമ്പത്താണ് വരുന്നതെങ്കിൽ ഞാൻ സമ്പത്തിനെ ആകർഷിച്ചു കൊണ്ടേയിരിക്കുന്നു. എനിക്ക് സമ്പത്തിനെ ആഗ്രഹിക്കാൻ അർഹതയുണ്ട്. ഞാൻ ഒരു കാന്തമാണ്. ഞാൻ സമ്പത്തിനെ ആഗ്രഹിക്കാൻ എനിക്ക് അർഹതയുണ്ട്. അതുകൊണ്ട് തന്നെ സമ്പത്ത് എന്നിലേക്ക് ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ സമ്പത്തിനെ ആകർഷിക്കാൻ ഉതകുന്ന കാന്തമാണ്. എനിക്ക് സമ്പത്തിനെ ആകർഷിക്കാൻ കഴിയും. എനിക്കതിനുള്ള കഴിവുണ്ട്, എനിക്കതിനുള്ള ആത്മാർത്ഥത ഉണ്ട്. അങ്ങനെ നമ്മൾ ആ സമ്പത്തിനെ നമ്മളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ആ അഫർമേഷനുകൾ നമ്മൾ അതിൻ്റെ ഒരു ബേസാണ് പറയുന്നത്. ഇതിന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതിനകത്ത് നെഗറ്റീവ് വരരുത്. എനിക്ക് എൻ്റെ കടം വീട്ടണേ എന്ന് പറയരുത്. കാരണം കടം എന്നുള്ള വാക്ക് നെഗറ്റീവാണ്. കടം വീട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടമാണ് മുന്നിൽ വരുന്നത്. നിങ്ങൾ അതിന്റെ ബേസ് മനസ്സിലാക്കുക. നമ്മൾ കടം കയറിയാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ എന്റെ കടം മാറ്റി തരണം, എന്നെ കടം മാറ്റി തരണം എന്ന് പറയും. അപ്പം ഈ കടമാണ് നമ്മൾ ആകർഷിച്ചെടുക്കുന്നത്. അതായത് നമ്മൾ ആദ്യമേ ഞാൻ ഇതിന്റെ ഡെഫിനിഷനിൽ തന്നെ പറഞ്ഞു, നമ്മുടെ ചിന്താഗതിയും നമ്മുടെ വിശ്വാസവും സമാന അനുഭവങ്ങളെ നമ്മളിലേക്ക് ആകർഷിക്കുന്നതാണ്. അപ്പൊ കടം എന്ന് പറഞ്ഞ് മനസ്സിൽ ഇങ്ങനെ കഴിയുമ്പോൾ അതിന്റെ സമാനമായ അനുഭവം വീണ്ടും കടം കയറിക്കൊണ്ടേയിരിക്കും. എനിക്ക് രോഗം മാറണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വീണ്ടും വരുന്ന രോഗമാണ്. അപ്പൊ സമാനമായ കാര്യങ്ങളെ വീണ്ടും ആകർഷിക്കും. അപ്പം നമ്മൾ പറയേണ്ടത് എന്താണ്? എനിക്ക് ആരോഗ്യം കിട്ടണേ, ഞാൻ പൂർണ്ണ ആരോഗ്യവനായി മാറുന്നു. പ്രാർത്ഥനാ രൂപത്തിലും പറയാം. നമ്മൾ സാധാരണ പ്രാർത്ഥന എനിക്ക് ആരോഗ്യം ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കാം. ആരോഗ്യം എന്നിലേക്ക് വരുന്നു, ഞാൻ ആരോഗ്യവാനായി മാറിക്കൊണ്ടിരിക്കുന്നു, ഞാൻ വീണ്ടും ആരോഗ്യവാനായി മാറിക്കൊണ്ടിരിക്കുന്നു, ഞാൻ ഇപ്പോഴും ആരോഗ്യവാനാണ്, അങ്ങനെ പറയാം. അതുപോലെ തന്നെ IAS കിട്ടണമെങ്കിൽ അങ്ങനെ പറയാം, ഞാൻ IAS-കാരനായി മാറിക്കൊണ്ടിരിക്കുന്നു, IAS-ന് വേണ്ടി ഞാൻ പരീക്ഷ എഴുതാൻ പോവുകയാണ്, എന്നിലേക്ക് IAS-ന്റെ ആ പവർ ഞാൻ ഇങ്ങനെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു, എൻ്റെ മനസ്സൊരു കാന്തമാണ്, ഈ കാന്തത്തിലേക്ക് എനിക്ക് ആ ഉയർന്ന പോസ്റ്റിലേക്ക് എത്താൻ കഴിയും, ഞാൻ അതിൻ്റെ പരീക്ഷ പാസ്സാകുന്നതായി ഞാൻ കാണുന്നു, ഞാൻ അതിൽ വിജയിക്കുന്നു, ആ വിജയം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ആ സംഗതി കിട്ടുന്ന രീതിയിലുള്ള അഫർമേഷൻ, നമ്മൾ പറയുന്ന അഫർമേഷനിൽ നിന്ന് നിങ്ങൾക്ക് അനുയോജ്യമായ അഫർമേഷനുകൾ ഉണ്ടാക്കിയെടുക്കണം. കാരണം നിങ്ങളുടെ ഓരോരുത്തർക്കും രഹസ്യമായ പല അജണ്ടകളും കാണും, അതുപോലെ പരസ്യമാക്കാൻ പറ്റാത്ത ആണ്. പക്ഷെ എങ്കിൽ പോലും അത് നിങ്ങൾ ആ അഫർമേഷനുകൾ നിങ്ങൾ ഈ പഠിപ്പിച്ചതിൽ നിന്നും നിങ്ങൾ ഡിറൈവ് ചെയ്ത് നിങ്ങളുടെ ആവശ്യത്തിന് യോജിച്ച അഫർമേഷനുകൾ ഉണ്ടാക്കിയെടുക്കണം. ഉണ്ടാക്കിയെടുക്കുമ്പോൾ വരുന്നത് ആ അഫർമേഷൻ്റെ അകത്ത് നെഗറ്റീവ് വാക്ക് ഉപയോഗിക്കരുത്. നമുക്ക് നഷ്ടം മാറണേ എന്ന് പറയരുത്. നഷ്ടം എന്ന വാക്ക് വരുമ്പോൾ സമാനമായ കാര്യങ്ങളാണ് ആകർഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഞാൻ ലാഭത്തിലേക്ക് പോകുന്നു, എനിക്ക് നേട്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ നഷ്ടം മാറി നേട്ടം വരും. നമുക്ക് നേട്ടമാണ് വരേണ്ടത്. അപ്പൊ എന്താണ് വേണ്ടത് അത് പറയുക. നമുക്ക് എന്താണ് വേണ്ടാത്തത് അതിനെക്കുറിച്ച് പറയരുത്. നമുക്ക് വേണ്ടാത്ത കാര്യമാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത്. കടം, പിന്നെ രോഗം, അങ്ങനെ ഉള്ള നഷ്ടങ്ങൾ, പരാജയങ്ങൾ, അപകടങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ മനസ്സിൽ വരുന്നത് ഏത് കാര്യം വരുമ്പോഴും നെഗറ്റീവായ കാര്യം വരും. ആ നെഗറ്റീവായ കാര്യങ്ങളെ അഫർമേഷൻ നടത്തി അഫൈം ചെയ്യാതെ പോസിറ്റീവായ കാര്യങ്ങൾ പറഞ്ഞ് ഈ നെഗറ്റീവിനെ അകറ്റും. അപ്പൊ പോസിറ്റീവായ കാര്യങ്ങളെ നമുക്ക് അഫൈം ചെയ്ത് നമ്മളിലേക്ക് ആകർഷിക്കാൻ കഴിയും. ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായല്ലോ. അപ്പൊ നമ്മുടെ മാം ഒഴിച്ച് വേറെ ആർക്കെങ്കിലും സംസാരിക്കും. മാം ഇന്ന് 2 പ്രാവശ്യം നമ്മളോട് സംസാരിച്ച് കാര്യങ്ങൾ വിശദീകരിച്ചു. ബാക്കി ആൾക്കാർക്ക് മനസ്സിലായെങ്കിൽ ഒന്ന് പറയുക. ഈ അഫർമേഷനെ മാത്രം പറഞ്ഞാൽ മതി. നിങ്ങൾ ഈ മെഡിറ്റേഷൻ ബാക്കി അതിന് മുമ്പുള്ള കാര്യങ്ങൾ പറയണ്ട. മെഡിറ്റേഷൻ അഫർമേഷന്റെ ഫൗണ്ടേഷൻ മുതൽ പറയണം. ആരെങ്കിലും ഇത് മനസ്സിലാക്കണം. നിങ്ങൾക്കൊക്കെ മനസ്സിലായാലേ നമുക്കൊരു സന്തോഷമുള്ളൂ. രാജിയിൽ, ഹലോ,
പറയാമോ? പറയൂ. സാർ, നമ്മൾ എന്ത് കാര്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴും നമ്മൾ അതില് കുറെ ഗുണങ്ങൾ കണ്ടുപിടിക്കണം. അതായത് നമുക്കുള്ള പോസിറ്റീവ് എനർജി നമുക്ക് എങ്ങനെ കിട്ടും എന്നുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ ഐ ആം ദ ബെസ്റ്റ്, ഞാൻ ബെസ്റ്റ് ആണ്. അങ്ങനെ ഇപ്പോ സാറ് പറഞ്ഞു 7 തവണ അത് പറയണമെന്ന്. യെസ്, അത് 7 തവണ അല്ലെങ്കിലും 1 തവണ ആയാലും ഐ ആം ദ ബെസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും നമ്മളിൽ ഉണ്ടാകുന്ന നെഗറ്റീവ്സ്, അതായത് ഇപ്പൊ എനിക്ക് തന്നെ ആയാലും നമ്മളൊരു പ്രൊഫഷനിൽ ഇറങ്ങുന്ന സമയത്ത് സ്വാഭാവികമായി അതിനെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടാവും. അപ്പോ നമ്മൾ സ്വയം ഞാൻ ബെസ്റ്റ് ആണെന്ന് പറഞ്ഞ ആ നെഗറ്റീവിനെ എനിക്ക് അകറ്റാൻ പറ്റും. ഐ ആം ദ ബെസ്റ്റ്, ഞാൻ ബെസ്റ്റ് ആണ്, മറ്റുള്ളവർക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല, ഐ ആം ദ ബെസ്റ്റ്, ഞാൻ ഗുഡ് ആണ്. ദെൻ അടുത്ത് വരുന്നത് ഐ ക്യാൻ, എനിക്ക് കഴിയും. അപ്പൊ ചിലവര് പറയും, അയ്യോ ഞാനിപ്പോ ഒരു പ്രൊഫഷൻ ഒരു കോഴ്സ് ചെയ്യാണ് സാർ. അപ്പൊ ആ കോഴ്സ് ചെയ്യുന്ന സമയത്ത് പലരും പറയും, നിനക്കത് പറ്റുമോ, നിന്നെക്കൊണ്ടത് ചെയ്യാൻ കഴിയുമോ? അത് പറ്റൂലല്ലോ, നിനക്കത് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അപ്പൊ ഞാൻ സ്വയം പറയണം, എനിക്ക് കഴിയും, എന്നെ കൊണ്ടത് ചെയ്യാൻ കഴിയും. എന്തുകൊണ്ട് എനിക്ക് കഴിയുന്നില്ല? ആരോ പറഞ്ഞതുപോലെ ലോകം കീഴടക്കാൻ മനുഷ്യന് കഴിയുമെങ്കിൽ എന്തുകൊണ്ട് ചെറിയ നിസ്സാരമായ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല? ഐ ക്യാൻ, എനിക്ക് കഴിയും. ദെൻ അടുത്ത് വരുന്നത് നമ്മുടെ ലക്ഷ്യം, അത് നേടും, ഞാൻ നേടും, എനിക്ക് നേടിയേ പറ്റൂ. ഇപ്പൊ ഇന്നലെ സാറ് ക്ലാസ്സിൽ പറഞ്ഞു, നാം ജീവിക്കുന്നതോടൊപ്പം നമ്മുടെ ചുറ്റുപാടുള്ളവരെയും നമ്മൾ രക്ഷിക്കണം. അതായത് എന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന എന്റെ മക്കളുണ്ട്, ദെൻ എന്റെ ഹസ്ബൻഡ് ഉണ്ട്, ദെൻ എൻ പാരന്റ് ഉണ്ട്. അപ്പൊ അവരെല്ലാം ഞാൻ ഓക്കെ ആണെങ്കിൽ അവരെല്ലാം ഹാപ്പി ആവും. അപ്പൊ അവർക്കും പ്രൊട്ടക്ഷൻ നൽകണമെങ്കിൽ ഞാൻ അത് നേടണം, എന്റെ ലക്ഷ്യത്തിൽ ഞാൻ നേടണം. ഞാൻ നേടും, അത് നേടുമെന്നുള്ളത് ഞാൻ ഉറപ്പിക്കണം. ദെൻ അടുത്ത് പിന്നെ നമ്മുടെ സമ്പത്തിനെ ആകർഷിക്കാന്ന് സാറ് പറഞ്ഞ പോലെ കുറെ മൈൻഡ്സ് നമുക്കുണ്ട്. നമ്മൾ സീരിയസ്ലി നമുക്കിപ്പോ ഒരു അസുഖം, പ്രത്യേകിച്ച് നമുക്ക് കൈകാലുകളോ എന്തേലും വേദനയോ എന്തെങ്കിലും വന്നാൽ നമ്മൾ സ്വയം അത് പറയും, എനിക്ക് വയ്യായ്മയാണ്, എനിക്ക് പറ്റില്ല, എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് വയ്യ. യെസ്, സാറ് പറഞ്ഞത് കറക്റ്റ് ആണ്. നമ്മൾ ഡെയിലി നമ്മൾ എന്താണോ നമ്മളെ മൈൻഡിന് കൊടുക്കുന്നത് അത് തന്നെയാണ് നമ്മളെ നിരന്തരം അത് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്താണോ നമ്മളെ മൈൻഡിനോട് പറയണേ, എനിക്ക് വയ്യ, യെസ് ഞാൻ വയ്യ, എനിക്ക് പറ്റില്ല, യെസ് എനിക്ക് പറ്റും, ഓക്കെ എനിക്ക് പറ്റും, ഞാൻ ഗുഡായി അത് ചെയ്യാൻ കഴിയും എനിക്ക്. അപ്പോ നമ്മുടെ മൈൻഡിന് എപ്പോഴും പോസിറ്റീവായി കൊടുക്കുക. നമ്മളുടെ ആകർഷണ രീതി എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് തന്നെയാണ് നമ്മളെ മൈൻഡ് ഒബ്സർവ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുക, പോസിറ്റീവായി പറയുക. ഓക്കെ സാർ. ഓക്കെ, വളരെ ബെസ്റ്റ്, യു ആർ ബെസ്റ്റ്. നിങ്ങൾക്കത് കഴിയും, നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നേടാൻ കഴിയും. നിങ്ങൾക്കത് മനസ്സിലായി, വളരെ നല്ല രീതിയിൽ അതേ രീതിയിൽ അവതരിപ്പിച്ചു. താങ്ക് യു. ഇനി അടുത്തത് നമ്മൾ ഇനി വേറെ ആൾക്കാർക്ക് എന്തെങ്കിലും സ്വയം നിങ്ങൾക്ക് ഈ അഫർമേഷൻ ഉണ്ടാക്കാൻ അറിയാവും, നിങ്ങളുടെ ആവശ്യത്തിനായിട്ട് നിങ്ങൾക്ക് അത് ആൾക്കാർക്ക് മനസ്സിലായി. വിനോദ്, ഹലോ വിനോദ് സാർ, വിനോദ് കേൾക്കുന്നുണ്ടോ? ഹലോ, ഓഫ് ചെയ്തിട്ട് അപ്പുറത്ത് പോയി കാണും. ഹലോ വിനോദ്, ശരി. അപ്പൊ നിങ്ങൾക്ക് ഇത് അഫർമേഷൻ നിങ്ങളുടേതായ ആവശ്യത്തിനനുസരിച്ച് ഇത് ഡിറൈവ് ചെയ്തെടുക്കുക, നിങ്ങളുടെ ലക്ഷ്യങ്ങളനുസരിച്ച്. അപ്പം ഇനി അടുത്താണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഈ അഫർമേഷൻ കഴിഞ്ഞ ഉടൻ തന്നെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. നന്ദിയാണ് അതിനകത്തൊരു വലിയ സംഗതിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പവർഫുള്ളതാണ് നന്ദി. എല്ലാ മതങ്ങളും പറയുന്നു. ഇപ്പം മുസ്ലിം മതത്തിലാണെങ്കിൽ നമ്മളൊരു കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയും. സർവശക്തനായ ദൈവത്തിന് സ്തുതി, എല്ലാ സ്തുതികളും അദ്ദേഹത്തിന്. നമുക്കൊരു കാര്യം നടത്തി കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയും. അതുപോലെ തന്നെ ക്രിസ്ത്യാനികളാണെങ്കിലും ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയും. അതുപോലെ തന്നെ ഹിന്ദുക്കളാണെങ്കിലും അത് സ്വീകരിച്ചുകൊണ്ട് തൊഴും, നിനക്ക് നന്മ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. അപ്പൊ അങ്ങനെ കൂടുതലും ഹിന്ദുക്കൾ ചെയ്യുന്ന തൊഴുകയാണ്. അത് ആ നന്ദി സൂചകമായിട്ട് അവരുടെ മനസ്സും ആത്മാവും നന്ദിയൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് അവർ ആ തൊഴും. ഇത് ഭയങ്കര ശക്തിയാണ്. അപ്പൊ അങ്ങനെ ഓരോ മതത്തിലും ഈ ഗ്രാറ്റിറ്റ്യൂഡിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മൾ നന്ദി രേഖപ്പെടുത്തണം. അപ്പൊ നന്ദി രേഖപ്പെടുത്തുമ്പോൾ അതിന്
ചില അടിസ്ഥാനമായി നമ്മൾ അഫർമേഷൻ പോലെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. ആദ്യം നമ്മൾ നന്ദി രേഖപ്പെടുത്തേണ്ടത് നമ്മൾ ഈ നിമിഷത്തിൽ ജീവിക്കുവാൻ, ഈ നിമിഷത്തിൽ നമുക്ക് ഈ നിമിഷമാണ് പ്രധാനം. ഈ നിമിഷത്തിൽ എനിക്ക് ജീവിക്കുവാൻ ഉള്ള അനുഗ്രഹം തന്ന ലോകരക്ഷിതാവിനെ, സർവേശ്വരനെ, നിങ്ങൾക്ക് മതത്തിന്റെ ഇതനുസരിച്ച് പേര് പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെ പറയാം, അള്ളാഹു, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആരാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അദ്ദേഹത്തിന് ഞാൻ നന്ദി പറയുന്നു എന്ന് ആദ്യം പറയുക. പിന്നെ മുസ്ലിം നിയമപ്രകാരമാണെങ്കിൽ ആദ്യം തുടങ്ങുന്നത് തന്നെ ദൈവത്തിന്റെ സ്തുതിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ്, ദൈവത്തിന്റെ നാമത്തിലും ദൈവത്തെ സ്തുതിച്ചും കൊണ്ടാണ് വരുന്നത്. അപ്പൊ അതുപോലെ തന്നെ എല്ലാ മതങ്ങളിലും ആ സ്തുതിയാണ് പ്രധാനം. അപ്പൊ ആ ഒരു സ്തുതി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്, ദൈവത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്, ഈ ദൈവവിശ്വാസം ഇല്ലാത്തവരാണെങ്കിൽ ആ പ്രപഞ്ചത്തിന് നന്ദി രേഖപ്പെടുത്താം, ഈ പ്രപഞ്ചത്തിന് നന്ദി രേഖപ്പെടുത്താം, ഇന്ന് ഈ സമയത്ത് ജീവിക്കാൻ അനുവദിച്ച പ്രകൃതിക്ക് നന്ദി രേഖപ്പെടുത്താം. എല്ലാവരും ദൈവവിശ്വാസിയാകണമെന്നില്ല. ദൈവവിശ്വാസം അല്ലാത്തവർക്കും ഈ അഫർമേഷനും മെഡിറ്റേഷനും അവരുടെ ലക്ഷ്യങ്ങളൊക്കെ സാധിക്കും. അപ്പൊ അവര് ആ പ്രപഞ്ചശക്തിക്ക്, പ്രപഞ്ചത്തിന്, ആ ശക്തി വിശ്വാസം ഇല്ലെങ്കിൽ പ്രപഞ്ചത്തിന്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളോട് നന്ദി രേഖപ്പെടുത്താം. അപ്പൊ അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് ആ ദൈവത്തിന് നന്ദി രേഖപ്പെടുത്തുക. ഈ നിമിഷം ഞാൻ ജീവിക്കാൻ, ഈ നിമിഷത്തിൽ ഇവിടെ ചെയ്തതിന്, ഈ നിമിഷത്തിൽ എനിക്ക് സംസാരിക്കാൻ പറ്റിയതിനൊക്കെ നമുക്ക് നന്ദി രേഖപ്പെടുത്താം. അങ്ങനെ നമുക്ക് ഓരോന്നും നന്ദി രേഖപ്പെടുത്താം. നമ്മളെ ഗുരുക്കന്മാർക്ക്, മാതാപിതാക്കൾക്ക്, നമ്മുടെ സഹപാഠികൾക്ക്, അങ്ങനെ ഓരോരുത്തർക്കും നമ്മളെ ഈ നിലയിൽ ഞാൻ ഇപ്പൊ എത്തിച്ചതിന് വേണ്ടി, ഞാൻ ഇന്നത്തെ നിലയിൽ എനിക്ക് എത്താൻ പറ്റിയതിന് വേണ്ടി നന്ദി. അങ്ങനെ നമുക്ക് ആർക്കൊക്കെ നന്ദി പറയാൻ പറ്റുമോ നമ്മുടെ മനസ്സിൽ നിന്നും ഭാരം ഒഴിയും. അതായത് പലർക്കും നമ്മൾ വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ചില ആൾക്കാർക്ക് നമ്മൾ ചിലപ്പോൾ മാതാപിതാക്കളായിരിക്കും, ചിലപ്പോൾ നമ്മുടെ മുത്തശ്ശനായിരിക്കും, നമ്മുടെ മുത്തശ്ശൻ നൽകിയ സ്നേഹത്തിന്, ചിലപ്പോൾ അവർ നൽകിയ ഒരു ചില ഇൻഫർമേഷൻ, ഇല്ലേ, അവർ നൽകിയ വാത്സല്യം, ഇതിനൊന്നും നമുക്ക് നന്ദി പറയാൻ ചിലപ്പോൾ അവസരം കിട്ടിക്കാണത്തില്ല. കാരണം അന്ന് നമുക്ക് അറിയില്ലായിരിക്കും. പക്ഷെ അതൊക്കെ മനസ്സുകൊണ്ട് നന്ദി പറയാം. അപ്പൊ അങ്ങനെ നമുക്ക് ആരോടൊക്കെ നന്ദി പറയണോ, നമ്മൾ ഈ നിലയിൽ എത്തിയതിന് ആരോട് നന്ദി പറയണം. അപ്പൊ അങ്ങനെ ഓരോരുത്തരോടും നന്ദി പറയുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലർക്കും ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം കൂടിയാണ് നന്ദി പറയുക എന്നുള്ളത്. കാരണം നമ്മൾ എന്തോ താണു പോയതുപോലെയാണ് പലർക്കും തോന്നുന്നത്. ഒരാള് എന്തെങ്കിലും ചെയ്യാൻ നന്ദി എന്ന് പറയുന്നത്, എനിക്കിത് അർഹതപ്പെട്ടല്ലേ, ഞാൻ എന്തിനു നന്ദി പറയുന്നു എന്നൊക്കെ മനുഷ്യന്റെ ആ പ്രൈഡ് മാറാൻ വേണ്ടിയുള്ള ഒരു സംഗതിയാണ്. നമ്മുടെ ഒരു കോംപ്ലക്സ്. ഈ നന്ദി നമ്മളിങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ പറയുമ്പോൾ, നമ്മൾ ഗുരുക്കന്മാരോടും മാതാപിതാക്കളോടും സുഹൃത്തുക്കളോടും ഒക്കെ നമ്മൾ മനസ്സുകൊണ്ട് നന്ദി പറയുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഈഗോ കൂടി പോകും. അത് അതിനകത്താണ് നമ്മുടെ ഉള്ളിലെ ഈഗോ കുറേശ്ശെ പോവുകയും നാം സമൂഹത്തിനും ഈ പ്രപഞ്ചവുമായിട്ട് ഒത്തുചേരുകയും സമൂഹത്തിന് ചേരുന്ന ഒരു വ്യക്തിയായിട്ട് മാറുകയും ചെയ്യും. അതാണ് ഈ നന്ദിയുടെ ഒരു പ്രത്യേകത. അപ്പൊ നന്ദിയാണ്, ഗ്രാറ്റിറ്റ്യൂഡാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യമാണ് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് തരത്തിലുള്ള മെഡിറ്റേഷൻ ഉണ്ട്. പല സൂഫി മെഡിറ്റേഷൻ ഉണ്ട്, സെൻ മെഡിറ്റേഷൻ ഉണ്ട്, പരമ്പരാഗതമായ ആചാര്യ മെഡിറ്റേഷൻ ഉണ്ട്, പിന്നെ ആൽഫ, ബീറ്റ, ഗാമ, അങ്ങനെ മെഡിറ്റേഷന്റെ പരമ്പര തന്നെ ഉണ്ട്. ആ മെഡിറ്റേഷന്റെ ഒരു മാസ്റ്ററാണ് ഡോക്ടർ വിന്നർ ഷെരീഫ്. അദ്ദേഹം പിന്നെ പല പ്രാവശ്യമായിട്ട് നിങ്ങളെ അത് പഠിപ്പിക്കും. എന്നെക്കാൾ അതിനകത്ത് അർഹത ഉള്ളത് അദ്ദേഹത്തിനാണ്. അദ്ദേഹം ഇതിനകത്ത് പ്രത്യേകമായിട്ട്, ഞാൻ ഒരുപാട് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പക്ഷെ അദ്ദേഹം ഈ മെഡിറ്റേഷനും അതോടൊപ്പം തന്നെ ബോഡി ബിൽഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹം തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഈ ആൽഫ ബീറ്റ മെഡിറ്റേഷനൊക്കെ വലിയ ശക്തിയുള്ളതാണ്. അപ്പൊ അതൊക്കെ നിങ്ങളുടെ ആൽഫ ബീറ്റ മെഡിറ്റേഷൻ പഠിപ്പിക്കും, സൂഫി മെഡിറ്റേഷൻ പഠിപ്പിക്കും, സെൻ മെഡിറ്റേഷൻ പഠിപ്പിക്കും, പിന്നെ ആചാര്യ മെഡിറ്റേഷൻ പഠിപ്പിക്കും. അതിന് സമയമൊക്കെ കിട്ടുന്നതനുസരിച്ച്. അപ്പൊ അങ്ങനെ അദ്ദേഹം ആ കോഴ്സ് അങ്ങനെ മെഡിറ്റേഷൻ ഒരുപാട് ലെവലിലുണ്ട്. അതൊക്കെ അദ്ദേഹം പഠിപ്പിക്കും. അപ്പൊ അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഞാൻ അങ്ങോട്ട് പോകുന്നു. അപ്പൊ ഇതുവരെ പറഞ്ഞത് ഒന്ന് ഇനി പുതിയതായിട്ട് ആരെങ്കിലും ഒന്ന് പറയാം. വിനോദ് വന്നോ? ഇല്ല. സാർ എത്തിയാ? ഞാൻ എത്തി സാറേ, കുറച്ച് ലേറ്റ് ആയിരുന്നു. പറയ സാറേ, ഞാൻ ഈ നേരത്തെ പറഞ്ഞതിന്റെ ബാക്കി പറഞ്ഞാൽ മതി, ആദ്യം മുതൽ പറയണ്ട. അതല്ല, ഇന്നത്തെ ഇതിൽ എനിക്കിപ്പോ തന്നെ പറ്റിയിട്ടുള്ളൂ, ഇന്നത്തെ ഒന്നും കേൾക്കാൻ പറ്റിയില്ല. ഓക്കെ. നമ്മളെ റഷീദ് അദ്ദേഹം താമസിച്ചാ വന്നെന്ന് തോന്നുന്നല്ലേ? അതോ നേരത്തെ ഉണ്ടായിരുന്നോ? ഇടയ്ക്ക് വരികയും പ്രത്യക്ഷപ്പെടുകയും അപ്രത്യക്ഷനാവുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഞാൻ നിർബന്ധിച്ച്. പിന്നെ ഉള്ളത് സമി ഉണ്ടോ? സമി ഉണ്ടോ?
സമി 5645 എന്നാണ് ഇതിനകത്ത് കിടക്കുന്നത്. സമി ഇല്ല. ആൾക്കാരൊക്കെ ഓൺ ചെയ്ത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. ആൾക്കാർ രാത്രിയല്ലേ വീട്ടിലെ കാര്യങ്ങളും ഉണ്ടാവും, ഭക്ഷണം കഴിക്കണം, അങ്ങനെയുള്ള കാര്യം ആരെയും കുറ്റമല്ല. സാറേ പറയൂ. വിനോദാണ്. ഏ വിനോദാണ്. പറഞ്ഞോളൂ. നിങ്ങളെയാണ് ഞാൻ തിരക്കിക്കൊണ്ടിരിക്കുന്നത്. പല പ്രാവശ്യം വിളിച്ചിരുന്നു. ഞാൻ ഇപ്പം വിളിച്ച ഞാൻ കേട്ടു. അതിന്റെ ഇടയ്ക്ക് ഒരു ചെറിയ ബ്രേക്ക് ആയിട്ട്. അപ്പൊ ഈ ഞാൻ ഇപ്പം പഠിപ്പിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്, അത് പറയാൻ പറ്റുമോ? അഫർമേഷൻ, മെഡിറ്റേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ് അല്ലേ? ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻ എന്ന് പറഞ്ഞാല് പിന്നെ നമ്മള് മനസ്സിൽ തീരുമാനിച്ച കാര്യങ്ങൾ, അതായത് ബേസ് എന്ന് പറയുന്നത് ഐ ആം ദ ബെസ്റ്റ്, ഐ ക്യാൻ, ഐ വിൽ. ഇത് മലയാളം എന്ന് പറയുന്നത് ഞാൻ മിടുമിടുക്കനാണ്, പിന്നെ എന്നെ കൊണ്ടത് സാധിക്കും, ഐ ക്യാൻ, ഐ വിൽ, ഞാനത് ചെയ്തിരിക്കും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അഫർമേഷന്റെ ബേസ് ആയിട്ട് തരണം. അതുകൂടാതെ നമ്മൾ പ്രത്യേകമായിട്ട് എന്താണോ ഉദ്ദേശിക്കുന്നത്, നമ്മൾ പിന്നെ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അത് കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മൾ അഫർമേഷൻ പറയാൻ. അത് പറയാൻ പറ്റിയ സമയം ഏറ്റവും നല്ലത് ബ്രഹ്മമുഹൂർത്തത്തിലാണ്. അതായത് പുലർച്ചെ 4-നും 5-നും ഇടയ്ക്കുള്ള സമയം. അതല്ലാത്ത സമയത്തും പറയാം. പിന്നെ ഏറ്റവും നല്ല ഉചിതമായ സമയം എന്ന് പറയുന്നത് ആ ബ്രഹ്മമുഹൂർത്തത്തിലാണ്. പിന്നെ അഫർമേഷൻ, അതുപോലെ തന്നെ അഫർമേഷൻ കഴിഞ്ഞാല് മെഡിറ്റേഷൻ ഇതേപോലെ തന്നെ ബ്രഹ്മമുഹൂർത്തം തന്നെയാണ് നല്ലത്. അത് നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കുക, പിന്നെ അതൊരു പ്രാർത്ഥനാ രൂപത്തിലൊക്കെ ആവുന്നതാണ്. മെഡിറ്റേഷന്റെ ക്ലാസ്സുകളെ പറ്റി ഇനിയിപ്പോ കൂടുതലായിട്ട് പിന്നെ ഷെരീഫ് സാറ് പറഞ്ഞുതരും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ എനിക്കൊന്നുമില്ല, അല്ലെങ്കിൽ എനിക്കത് കിട്ടിയില്ല, എനിക്കത് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി നമുക്ക് ഇപ്പോൾ ഉള്ളതിനെ പറ്റി ആദ്യം നന്ദി പറയാൻ പഠിക്കണം. നമുക്കിപ്പോൾ ഒരു വീടുണ്ടെങ്കിൽ അതിന് നന്ദി പറയണം. നമുക്കിപ്പോ സംസാരിക്കാൻ കഴിവുള്ളതിന് നന്ദി പറയണം. കേൾക്കാൻ കഴിയുന്നതിന്, കാണാൻ കഴിയുന്നതിന്, നടക്കാൻ കഴിയുന്നതിന്, ഏറ്റവും ബേസായിട്ട് പറയുന്നത് ശ്വസിക്കാൻ കഴിയുന്നതിന് വരെ നന്ദി പറയണം. നമ്മൾ ജീവിച്ചിരിക്കുന്നതിന് നന്ദി പറയണം. നമുക്കിപ്പോ കിട്ടിയിട്ടുള്ള പിന്നെ വിദ്യാഭ്യാസം, അതിന് നന്ദി പറയണം. അതുപോലെ തന്നെ നമ്മുടെ അച്ഛനമ്മമാരോട് നന്ദി പറയണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളോട് നന്ദി പറയണം. അങ്ങനെ എല്ലാവരോടും നന്ദി പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലുള്ള എന്ത് മാറും, പിന്നെ ഒരു അഹങ്കാരം, അല്ലെങ്കിൽ നമ്മളൊരു പിന്നെ എന്താ പറയാ വേണ്ടാത്ത തർക്കണം, അത് മാറിക്കുന്നത് ഒരു മനുഷ്യന്റെ വിജയത്തിന് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞത്. എനിക്ക് കേൾക്കാൻ കഴിയുന്നത്. താങ്ക് യു. വളരെ നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കി. എനിക്കും സന്തോഷമുണ്ട്. നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. എന്നെ കാണാൻ പറ്റുമോ? എന്റെ പക്ഷേ ഈ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടയ്ക്ക് ഇത് മൊബൈലിൽ സാറിനെ കാണാൻ പറ്റുന്നുണ്ട്. സാറിന് വെറുതെ തോന്നുക. ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. നേരെ സൈഡിൽ തിരിഞ്ഞല്ലേ? എനിക്ക് കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കറക്റ്റ് ആണോ ഇരുത്തൊക്കെ? കുഴപ്പമില്ല, കറക്റ്റാണ്. ശരി. ഇനി അടുത്താണ് ആക്ഷൻ പ്ലാൻ. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അഫർമേഷൻ ചെയ്ത് കാര്യങ്ങളൊക്കെ നമ്മൾ നേടി, നമ്മളിങ്ങനെ വന്നു. അഫർമേഷൻ അങ്ങനെ പോവും, മെഡിറ്റേഷൻ അങ്ങനെ പോവും. പക്ഷെ നടപ്പാക്കണമെങ്കിൽ ആക്ഷനും പ്ലാനും ഒക്കെ വേണം. അല്ലാതെ നമ്മള് ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിന്ന് പണ്ട് ഇങ്ങനെ എന്താ ആലിപ്പഴം പെയ്യുന്നത് പോലെ നമ്മൾ ഈ അഫർമേഷനൊക്കെ പലരും അങ്ങനെയാണ് വിചാരിക്കുന്നത്. പല മെന്റർമാരും പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടോ? എന്റെ പ്രശ്നമാണെന്ന് അറിയില്ല. വോയിസ് ക്ലിയർ ആണോ? ഹലോ, മറ്റുള്ളവര്? അതെ സാർ, ക്ലിയർ ആണ്. ശരി. അപ്പോൾ പലരും വിചാരിക്കുന്നത് ഇത് അത്ഭുതങ്ങൾ സംഭവിക്കുന്നതാണ്. അത്ഭുതങ്ങളോ മായാജാലോ ഒന്നുമല്ല. നമ്മൾ ഈ കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി, നമ്മുടെ ലക്ഷ്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി ഒരു ആക്ഷൻ പ്ലാൻ വേണം.
നിങ്ങൾ ലോട്ടറി അടിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ലോട്ടറി എങ്കിലും എടുക്കണം. അത്രയെങ്കിലും ചെയ്യാതെ നിങ്ങൾക്ക് ലോട്ടറി അടിക്കത്തില്ല. അപ്പൊ ലോട്ടറി അടിക്കുന്ന സാധ്യത വളരെ കുറവാണ്, എന്നാൽ ഇല്ലെന്നും അല്ല പറയുന്നത്. പക്ഷെ നമ്മൾ ആ ഒരു കാര്യത്തിന് ലോട്ടറി എങ്കിലും എടുക്കണം. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് നമ്മൾ പാസ്സാകണമെങ്കിൽ ആദ്യം പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യണം, പഠിക്കണം, എഴുതണം. ഒരു ചെറിയ ജോലി, ഒരു LD ക്ലർക്കായിട്ടെങ്കിലും ജോലി കിട്ടണമെങ്കിൽ നമ്മൾ PSCക്ക് അപേക്ഷിക്കണം. അത് കഴിഞ്ഞിട്ട് അതിന്റെ സിലബസ് കണ്ടുപിടിക്കണം, സിലബസ് അനുസരിച്ച് പഠിക്കണം, സമയത്ത് പോയി പരീക്ഷ സമയബന്ധിതമായി എഴുതണം. ഇതൊക്കെ ചെയ്താലേ ആ പരീക്ഷയിൽ പാസ്സാകുകയും ജോലി കിട്ടുകയും ചെയ്യത്തുള്ളൂ. അല്ലാതെ നമ്മളിത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഈ അഫർമേഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇത് കിട്ടും എന്ന് വിചാരിച്ചാൽ അത് ചിലപ്പോൾ അത്ഭുതങ്ങളൊക്കെ ചിലപ്പം വൺസ് ഇൻ എ വൈലൊക്കെ സംഭവിക്കാം. നമ്മള് ചിലപ്പം ചുമ്മാ നടന്നു പോകുന്നവനെ ചിലപ്പം വിളിച്ച് ജോലി കൊടുക്കുക. അതൊക്കെ ചിലപ്പം ഒരു ആക്സിഡന്റ് ഉണ്ടായി, അല്ലെങ്കിൽ അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായി, അല്ലെങ്കിൽ പ്രകൃതി ദുരന്തം ഉണ്ടായി. ചിലപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പം ഗവൺമെന്റ് മരിച്ചവർക്കോ ഇല്ലെങ്കിൽ ദുരിതം അനുഭവിക്കുന്നവർക്കൊക്കെ ചിലപ്പോൾ അത്ഭുതങ്ങളൊക്കെ അങ്ങനെയൊക്കെയുള്ള അത്ഭുതങ്ങളൊക്കെ സംഭവിക്കാന്നല്ലാതെ സാധാരണഗതിയിൽ അത്ഭുതങ്ങൾ സംഭവിക്കുക എന്നുള്ളത് അപൂർവതയിൽ അപൂർവമാണ്. പക്ഷെ സംഭവിക്കത്തില്ല എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് കാര്യങ്ങൾ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ, നമുക്ക് നേടണമെങ്കിൽ ഒരു ആക്ഷനും പ്ലാനും ഒക്കെ വേണം. ഈ ആക്ഷനും പ്ലാനിന്റെ ആദ്യത്തെ കാര്യമാണ് നമ്മൾ ജേർണൽ എഴുതുക. ജേർണലിംഗ് വലിയൊരു പ്രധാനമാണ്. ജേർണലിംഗ് എന്താണ്? ജേർണൽ എന്ന് പറയുന്നത് നമ്മളെല്ലാം ഡയറി എഴുതുന്നുണ്ട്. ഡയറിയുടെ അത് നിങ്ങൾ തുറന്നോളൂ. ഡയറിയുടെ ഒരു ഉയർന്ന രീതിയാണ്, അതായത് വലിയൊരു ബുക്ക് എടുക്കുക, ഇല്ലെങ്കിൽ വലിയ ഒരു ഡയറി എടുത്തിട്ട് പിന്നെ ആ ഡേറ്റ് എഴുതേണ്ടി വരികയാണ്. അതിനേറ്റവും നല്ലൊരു 200 പേജിന്റെ ഒരു ബുക്ക് എടുക്കുക. ബുക്ക് എടുത്തിട്ട് നിങ്ങൾ ജേർണൽ എന്ന് തന്നെ എഴുതുക. എന്നിട്ട് അതിൻ്റെ താഴെ നിങ്ങളാ ഒരു സംഗതി, നമ്മൾ ആദ്യം പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങൾ ആ അരിപ്പയിലൂടെ പോയി ഒരു സ്വപ്നം കണ്ടെത്തിയല്ലോ, ഒരു ലക്ഷ്യം കണ്ടെത്തിയല്ലോ, ആ ലക്ഷ്യം ആ ഡേറ്റ് ഇട്ട് എഴുതുക. ഒരു നമ്പർ ഇടുക. ഇന്ന് ഞാൻ എൻ്റെ സ്വപ്നം ലക്ഷ്യം നിറവേറ്റി കണ്ടുപിടിച്ചു. എൻ്റെ സ്വപ്നം ഇന്നതാണ്, എൻ്റെ ലക്ഷ്യം ഇന്നതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയും ഞാൻ അതിന് അഫർമേഷനും മെഡിറ്റേഷനും ഒക്കെ നടത്തി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് നമ്മൾ ചെയ്ത കാര്യങ്ങൾ ചുരുക്കി എഴുതുക. അതാണ് ഒന്നാമത്തത് ജേർണലിംഗ്. ഒന്നാമത്തെ കാര്യം, നമ്മളുടെ ലക്ഷ്യം ഇന്ന ലക്ഷ്യമാണ്, ഇന്ന സ്വപ്നം, ഇന്ന ലക്ഷ്യം. അത് ഞാൻ ഇന്ന് കണ്ടുപിടിച്ചു. അതിനെ അഫർമേഷൻ നടത്തി, അതിന് ഗ്രാറ്റിറ്റ്യൂഡ് നടത്തി, അത് അതിൻ്റെ അരിപ്പകളിലൂടെ ചെയ്തതിലേക്ക് എൻ്റെ സ്വപ്നം ആണ് എന്ന് ഞാൻ മനസ്സിലാക്കി. ഇത് നടക്കാൻ സാധ്യതയുള്ള സ്വപ്നമാണ് എന്ന് ഞാൻ മനസ്സിലാക്കി എന്ന് ആ ഒരു ഇത് നമ്മുടെ സ്വപ്നം എന്താണെന്നും ആ സ്വപ്നത്തിന് എങ്ങനെ കണ്ടുപിടിച്ചെന്നും ഒക്കെ വേണമെങ്കിൽ ഒരു ഷോർട്ടായിട്ട് നമുക്ക് മനസ്സിലാകുന്നെങ്കിലും ഭാഷയിലെങ്കിലും എഴുതി വെക്കുക. സ്വപ്നവും ലക്ഷ്യവും അവിടെ ഒന്നാമത്തെ ഇതിൽ എഴുതണം. എൻ്റെ സ്വപ്നം ഇന്നതാണ്, എൻ്റെ ലക്ഷ്യം ഇന്നതാണ്. ബാക്കി ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഇത് കിട്ടും, അത് കുറെ കൂടെ മനസ്സിൽ ഉറയ്ക്കും. ഇനി രണ്ടാമത്തെ കാര്യമാണ്, അത് നേടാൻ ഞാൻ അർഹനാണോ എന്നതാണ് അടുത്ത ചോദ്യം. എനിക്കുള്ള അർഹത എന്ത്? അത് നേടാനുള്ള എൻ്റെ അർഹത എന്ത്? ഇപ്പൊ ഞാൻ IAS ഒരു സിനിമയ്ക്കകത്ത് പറഞ്ഞ പോലെ, നീ എന്താണ് കോളേജിൽ പോകാത്തത്? അത് ഞാൻ 10ാം ക്ലാസ് ജയിച്ചില്ലെന്ന് പറഞ്ഞ പോലെ നമുക്ക് ഒരു IAS എഴുതണമെങ്കിൽ മിനിമം ഡിഗ്രി എങ്കിലും വേണം. അപ്പൊ അതില്ലാത്ത ഒരാള് IASന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഓരോ സംഗതിക്കും എനിക്ക് എൻ്റെ അർഹത പ്രധാന കാര്യമാണ്. ഈ അർഹത ഉണ്ടെങ്കിൽ അത് നമ്മളെ തേടി വരും. എനിക്കൊരു സിനിമാ നടനാണ് ആകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ കൊച്ചിലെ എവിടെയെങ്കിലും ഒരു നാടകം അഭിനയിച്ചിരിക്കണം, ഇല്ലെങ്കിൽ എനിക്ക് ആ നാടകത്തോട് അഭിനയിക്കാനുള്ള ടേസ്റ്റ് ഉണ്ട്. ഞാൻ വീട്ടിലിരുന്നോ ഇല്ലെങ്കിൽ ഞാൻ പണ്ടൊന്നും അഭിനയിച്ചിട്ടില്ലെങ്കിൽ പോലും ഞാൻ ഇപ്പോൾ എൻ്റെ മൊബൈലിൽ ഞാൻ ഇന്ന സിനിമയിൽ ഇന്ന രംഗം അഭിനയിച്ചു, അത് പലരെയും കാണിച്ചു, ഞാനത് റീലിട്ടു, ഇത് കാണിച്ചപ്പം പലരും അപ്രിസിയേഷൻ നടത്തി, എൻ്റെ റീലുകൾക്ക് ഒരുപാട് ഇത് കിട്ടി. അങ്ങനെ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ ഇതിന് അർഹനാണോ എന്ന് സ്വയം ബോധ്യപ്പെടാൻ വേണ്ടിയാണ്. ഈ അർഹത ഉള്ളത് എപ്പോഴാണെങ്കിലും തേടി വരും. ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇവിടെ ഒന്ന് ആവർത്തിക്കുകയാണ്. ഇദ്ദേഹത്തെയാണ് കുറിച്ചാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്.
നമ്മൾ നേരത്തെ പറഞ്ഞപ്പം വേറെ ഉണ്ണികൃഷ്ണന്റെ കാര്യമാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞത്. അതല്ല, ഇത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി. അപ്പൊ ഇന്നലെ വേറെ ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ കാര്യമാണ് പല ആൾക്കാരും മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നത് പറയാമെന്ന് വിചാരിച്ചത്. ഇദ്ദേഹത്തിന് ജനിച്ചത് 1923 ജനിച്ചത്. 1923 ഒക്ടോബർ 19 ജനിച്ച ആളാണ് ഈ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി എന്നുള്ള ആള്. അദ്ദേഹത്തിന്റെ 73ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന് പിന്നെ ആദ്യത്തെ ജയരാജിന്റെ സിനിമ ഉണ്ടായിരുന്നു. അതിനകത്ത് അദ്ദേഹത്തിന് ആദ്യ ചാൻസ് കിട്ടിയത് അതിന്റെ 73ാമത്തെ വയസ്സിലായിരുന്നു. ആ സിനിമ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്, എനിക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ പറയാം. ദേശാടനം. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ദേശാടനം? അതെ സാർ, കണ്ടിട്ടുണ്ട്. അഭിനയം ഒരുപാട് സ്പെഷ്യൽ ജൂറി അവാർഡൊക്കെ കിട്ടിയാണത്. ആ ദേശാടനം എന്ന സിനിമയില് 73ാമത്തെ വയസ്സിലാണ് 1996 ദേശീയ അവാർഡൊക്കെ കിട്ടിയ സിനിമയാണ് ജയരാജിന്റെ ദേശാടനം. 73ാമത്തെ വയസ്സിലാണ്. അപ്പൊ അർഹത ഉണ്ടെങ്കിൽ അത് താമസിച്ചാലും കിട്ടുമെന്നുള്ളതാണ്. അപ്പൊ 73ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന് ഈ അഭിനയിക്കാനുള്ള അദ്ദേഹത്തിന്റെ ടാലന്റ് ഒരാൾ തിരിച്ചറിയുന്നത്. ജയരാജ് എന്നുള്ള ഒരു സംവിധായകൻ തിരിച്ചറിയുന്നത്. അദ്ദേഹത്തിന് വേറെ ആൾക്കാർ റെക്കമെൻഡ് ചെയ്ത് കാണും. അപ്പൊ ഇദ്ദേഹം ചിലപ്പം ചെറുപ്പത്തിലൊക്കെ ഈ നാട്ടിൽ കഥകളിയൊക്കെ ഇല്ലേ അഭിനയിക്കുകയോ ഒക്കെ ചെയ്ത് കാണണം. ചിലപ്പം നല്ലൊരു കഥകളി നടികനായി അദ്ദേഹത്തെ കുറിച്ച് ആൾക്കാരൊന്നും എനിക്കറിയില്ലെങ്കിലും ഇനി തോന്നുന്നത് കഥകളിയിലൊക്കെ അഭിനയിച്ച് കാണും, ഇല്ലേ നാട്ടിലുള്ള നാടകങ്ങളിലോ ഒക്കെ സംഘടിപ്പിച്ച് കാണും. അപ്പൊ അങ്ങനെ നാടകവുമായിട്ട് എന്തെങ്കിലും കാണും. അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ ഉള്ള അഭിനയം 73 വയസ്സിന് ശേഷം സിനിമയിലേക്ക് എത്തിയത്. അദ്ദേഹത്തിന് മനസ്സിൽ സിനിമ മോഹം കാണും. പക്ഷെ പ്രായമാകുമ്പോ എനിക്കിത് കിട്ടുമോ എന്നൊക്കെ സംശയിച്ചിരുന്ന കാണത്തില്ല. അദ്ദേഹം അങ്ങനെ അതിനു വേണ്ടി കാത്തിരുന്നപ്പോ അദ്ദേഹം അഫർമേഷൻ നടത്തിയൊന്നും അറിയത്തില്ല. പക്ഷെ എങ്കിലും അർഹത ഉള്ളതുകൊണ്ട് ആ 73ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് സിനിമ ദേശാടനം എന്ന സിനിമ ഇത് കിട്ടുകയും അതിനുശേഷം അദ്ദേഹത്തിന്റെ ഭയങ്കര ആയിട്ട് ആൾക്കാർ ചിരിച്ച പടമാണ് കല്യാണരാമനകത്ത് ആ വയസ്സനായ ആളായിട്ട് അവിടെ കാരണവരായിട്ട് വന്ന് കുറെ തമാശകളൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് അവിടെ ലവ് സീൻ വരെ കാണിച്ചു. അപ്പൊ അങ്ങനെ ആ 19 വയസ്സായപ്പോ അദ്ദേഹത്തിന് ആ ഒരു നിലയിൽ അഭിനയിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു അവസരം കിട്ടി. അത് കഴിഞ്ഞ് കൈപ്പുടന്ന നിലാവിൽ അദ്ദേഹം വളരെ ഭയങ്കര നല്ല റോളായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അദ്ദേഹം ഇങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. സിനിമകളൊന്നും ഒരുപാട് ഞാൻ പറയുന്നില്ല. ഒരുപാട് സിനിമയിൽ ആ 73-80 കഴിഞ്ഞ് 90ാമത്തെ വയസ്സിലും അദ്ദേഹത്തിന് അഭിനയിച്ചു. 98ാമത്തെ വയസ്സിലാണ് അദ്ദേഹം അന്തരിച്ചത്. 1921 പിന്നെ ജനുവരി 20 മരിച്ചത്. അദ്ദേഹത്തിന് മരിച്ചു കഴിഞ്ഞപ്പം അദ്ദേഹത്തിന്റെ ടെസ്റ്റില് കോവിഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ കോവിഡിന്റെ ആ സമയത്ത് അത് ബാധിച്ച് വാർദ്ധക്യജന്യമായ അത് താങ്ങാൻ പറ്റാതെ അദ്ദേഹം മരിച്ചതാണ്. അപ്പൊ അങ്ങനെ 98ാമത്തെ വയസ്സിൽ മരിച്ചത്. അപ്പൊ അദ്ദേഹത്തിന് ഈ പിന്നീട് ഇത് കിട്ടിയോണ്ടാണ്, ആ ഊർജ്ജം കിട്ടിയോണ്ടാണ് അത് അദ്ദേഹത്തിന് ജീവിക്കാൻ കഴിഞ്ഞത്. കാരണം 73ാമത്തെ വയസ്സിൽ നമ്മുടെ ഇതനുസരിച്ച് ദേശീയ ആരോഗ്യ സൂചിക അനുസരിച്ച് ഒരാളുടെ പ്രായം എന്ന് പറയുന്നത് അവര് പറയുന്ന ആവറേജ് ആൾക്കാർ 100 വയസ്സ് വരെ ജീവിക്കും, 40 വയസ്സ് വരെ ജീവിക്കും, 20 വയസ്സ് വരെ ജീവിക്കും. അങ്ങനെ പല ഇതുണ്ടെങ്കിലും ദേശീയ ആരോഗ്യ നിലവാരം എന്ന് പറഞ്ഞാൽ 72 വയസ്സാണ് ഇപ്പം സൂചിക കണക്കാക്കിയിരിക്കുന്നത് ആവറേജ്. ആ 72 വയസ്സിന് മുകളിൽ പോയിട്ട് 98 വയസ്സ് വരെ അദ്ദേഹത്തിന് ജീവിക്കാൻ ഊർജം നൽകിയത് അദ്ദേഹത്തിന്റെ ഒരു പാഷൻ, അദ്ദേഹത്തിന്റെ നിയോഗം അദ്ദേഹത്തെ തേടി എത്തുകയും ഏകദേശം ഒരു 25-ലധികം സിനിമയിൽ പിന്നീട് ഈ 73 വയസ്സ് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് അഭിനയിക്കാൻ ചെറിയ ചെറിയ റോളിലൊക്കെയാണ് അവസാനം വന്നത്. 90 കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറിയ റോളിലാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. പല കണ്ടു കാണുമായിരിക്കും, ചെറിയ റോളായിരിക്കും പലരും കാണുന്നത്. പിന്നെ കുട്ടി ഒരുങ്ങിയോ എങ്കിൽ വിളിച്ചോളൂ, പന്തൽ ഒരുങ്ങിയോ എങ്കിൽ ഇറങ്ങിക്കോളൂ, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ റോളുകൾ പോലും അവസാനം എല്ലാവരും എത്തിയോ, ചടങ്ങ് ആരംഭിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് ചെറിയ റോളിലാണ് 90 വയസ്സ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കുറെ കിട്ടിയെങ്കിൽ പോലും അദ്ദേഹത്തിന് 73 മുതൽ 90 വയസ്സ് വരെ ഉള്ളതിൽ ഒരുപാട് റോളുകൾ കിട്ടി. അദ്ദേഹത്തിന് ദേശീയ നിലവാരത്തില് സ്പെഷ്യൽ ജൂറി അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട് ആ ദേശാടനത്തിന്റെ അഭിനയത്തിന്. അപ്പൊ അങ്ങനെ നമ്മൾ എപ്പോഴും ഒരു സംഗതി നമുക്ക് അർഹത ഉണ്ടെങ്കിലേ തേടിയെത്തും. ഒരു പഴയ ഒരു ഇതുണ്ട്, ഗോഡ് സീസ് ദി ട്രൂത്ത് ബട്ട് ലേറ്റ് എന്ന് പറയുന്ന പോലെ നമുക്ക് അർഹത ഉണ്ടെങ്കിൽ അത് തേടിയെത്തില്ല. അർഹത ഇല്ലാത്ത ഒരു കാര്യത്തിന് നിങ്ങൾ ജേർണലിംഗ് ഒക്കെ നടത്തിയാൽ പോലും ചിലപ്പോൾ കിട്ടണമെന്നില്ല. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഇതിനകത്ത് അർഹത ഉണ്ടോ എന്ന്
നമ്മൾ സ്വയം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അത് കൃത്യമായിട്ട് നമുക്ക് ലഭിക്കൂ. എനിക്കത് മനസ്സിലായല്ലോ. ഇനി അടുത്ത പോയിന്റ് പറയാം. അപ്പൊ ജേർണലിനകത്ത് എഴുതുന്ന ഇതാണ്, ഇത് നേടാൻ എന്റെ അർഹത എന്ത്? നമ്മൾ സ്വയം നമ്മോട് തന്നെ ചോദിക്കണം, ഇത് നേടാൻ എന്റെ അർഹത എന്ത് എന്ന് നമ്മൾ സ്വയം ചോദിക്കണം. ഇനി എന്റെ ഈ സ്വപ്നങ്ങൾ ഇല്ലെങ്കിൽ എന്റെ ലക്ഷ്യങ്ങൾ നേടാൻ എന്തൊക്കെ കാര്യങ്ങൾ വേണം? ജേർണൽ എഴുതുന്നതിനകത്ത് എഴുതേണ്ടേ പറഞ്ഞത്, ദിവസം എഴുതേണ്ട ജേർണലാണിത്. എന്തൊക്കെ കാര്യങ്ങൾ വേണം? അടുത്ത ദിവസത്തെ ജേർണലിങ്, ഇത് ആദ്യത്തെ ദിവസം ജേർണലിങ് പറഞ്ഞത്. അടുത്ത ദിവസത്തിൽ വരുമ്പം ഈ വേണ്ടുന്ന കാര്യങ്ങൾ മാറ്റം വരാം, അപ്പൊ അങ്ങനെയൊക്കെ വരാം. ഇനി അടുത്തത്, ഇത് നേടാൻ എന്റെ കയ്യിൽ എന്തൊക്കെ ഉണ്ട്? നേടണമെങ്കിൽ നമ്മുടെ കയ്യിൽ അതിനുള്ള ടൂൾസ് വേണം. ചിലപ്പോൾ സാമ്പത്തികമായിരിക്കും, ഇല്ലെങ്കിൽ നമ്മുടെ അതിനകത്തുള്ള അറിവായിരിക്കും. അങ്ങനെ നമ്മുടെ കയ്യിൽ എന്തൊക്കെ സോഴ്സുകൾ ഉണ്ട് എന്ന്. ഇനി എന്തൊക്കെ കൂടി വേണം? അതെങ്ങനെ സംഘടിപ്പിക്കും? എന്നെ സഹായിക്കാൻ ആരൊക്കെ ഉണ്ട്? അവരിൽ നിന്ന് എന്തൊക്കെ സഹായം കിട്ടും? അത് അടുത്ത ഓരോ പോയിന്റാണ്. എനിക്ക് എന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ ഒരു മെന്ററെ ആവശ്യമുണ്ടോ? ചില ആൾക്കാർക്ക് ഇതൊക്കെ അറിയാമെങ്കിലും ഇത് ആകെ കുഴഞ്ഞു കിടക്കും. അപ്പൊ അങ്ങനെ നിങ്ങൾക്കൊരു മെന്ററെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മെന്ററെ നിങ്ങൾക്ക് കണ്ടെത്തണം. മെന്റർ വേണ്ട എങ്കിൽ നിങ്ങൾക്ക് ആ മെന്റർ ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകാം. ഇത് 1-ാം ദിവസത്തിൽ എഴുതുന്നതാണ്. പിന്നെ ഈ ഓരോ ചോദ്യത്തിനും ഓരോ ദിവസവും ജേർണൽ എഴുതുമ്പോൾ നിങ്ങൾ ആ ഉത്തരം എഴുതണം. അതായത് ഇത് നേടാൻ നമ്മൾ എവിടം വരെ എത്തി. അടുത്ത ദിവസം എഴുതേണ്ടത് അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ ആദ്യത്തെ ദിവസം എന്റെ അർഹത നമ്മൾ കഴിഞ്ഞു, അർഹത ഉണ്ടെന്ന് എഴുതി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഈ അർഹത തന്നെ എഴുതണ്ടേ. ഇത് തന്നെ ആവർത്തിച്ചല്ല ചെയ്യേണ്ടത്. ഈ എഴുതിയ ജേർണലിൽ നിങ്ങൾക്ക് ഓരോ ദിവസവും ആ നേട്ടങ്ങൾ നിങ്ങൾ അതിൽ എത്രത്തോളം, അടുത്ത ദിവസം എഴുതേണ്ടത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്രത്തോളം അടുത്തു, ലക്ഷ്യത്തിലേക്ക് എത്താൻ എന്തൊക്കെ പ്ലാനുകൾ വേണം. അങ്ങനെ ആ ഓരോ ദിവസവും നമ്മൾ ചെയ്ത കാര്യങ്ങൾ എഴുതണം. ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടി ആ ഡേറ്റ് ഇട്ടിന് എഴുതണം. ഞാൻ ഇന്നലെ ബാങ്ക് മാനേജർ, അടുത്ത ദിവസം ചിലപ്പോൾ 3 ദിവസം കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആയിരിക്കും, ഞാൻ ഇന്ന് ബാങ്ക് മാനേജറെ കണ്ടു, അദ്ദേഹം ലോൺ പാസ്സാക്കുന്ന കാര്യത്തെ കുറിച്ച് അനുഭാവപൂർണമായ നിലപാടെടുത്തു, അതിനുവേണ്ടിയ ഡോക്യുമെന്റ് കൊണ്ടുവരാൻ അദ്ദേഹം പറഞ്ഞു, അടുത്ത വെള്ളിയാഴ്ച പോകാൻ പറഞ്ഞു എന്ന് എഴുതി അവിടെ വെക്കണം. ഇനി അടുത്ത ഇതിന് വേണ്ടുന്ന കെട്ടിടം വാടകയ്ക്ക് തരാമെന്ന് എൻ്റെ അയൽക്കാരൻ ഇല്ലെങ്കിൽ ചന്ദ്രേട്ടൻ ഇല്ലെങ്കിൽ മോഹനൻ വാഗ്ദാനം ചെയ്തു, അതിനുള്ള അഡ്വാൻസ് കൊടുക്കണം. ഇങ്ങനെ ഓരോ ദിവസവും ഈ ലക്ഷ്യത്തിലേക്കുള്ള ഓരോ പുരോഗതിയും എഴുതണം. അതോടൊപ്പം തന്നെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റിയ അബദ്ധങ്ങൾ എഴുതണം. ഇതിനകത്ത് ഈ യാത്രയിൽ നമുക്ക് പറ്റിയ അബദ്ധങ്ങൾ എഴുതണം. എന്തുകൊണ്ട് അബദ്ധം, അത് ഓരോ ദിവസമാണ്. ഈ അബദ്ധം പറ്റിയ ദിവസം അബദ്ധം എഴുതണം. ഇനി ആ ലക്ഷ്യത്തിൽ വേണ്ട എന്തൊക്കെ വേണമെന്ന് എഴുതണം. ഇതിനകത്ത് വരുന്ന തിരിച്ചടികൾ എന്തൊക്കെയാണെന്ന് എഴുതണം. ആ തിരിച്ചടി പരിഹരിക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്യുന്ന ആ ദിവസം എഴുതണം. ഈ നിരന്തരമായിട്ട് ഈ പ്രവൃത്തി ചെയ്യുകയും ഈ ജേർണൽ എഴുതുകയും ചെയ്യാം. അപ്പൊ ജേർണൽ എഴുതുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഞാൻ എവിടം വരെ എത്തി എന്ന് നമുക്ക് മനസ്സിലാവും. ഇല്ലെങ്കിൽ ജേർണൽ എഴുതി വെറുതെ ഇതൊക്കെ എഴുതിയിട്ട് ഒന്നും ചെയ്യാതെ ജേർണൽ കൂട്ടി വെച്ചുകൊണ്ടിരുന്നാൽ പറ്റത്തില്ല. ജേർണൽ എഴുതുന്ന പറഞ്ഞാൽ ഓരോ ദിവസവും നമ്മുടെ ഇതാണ്, പ്രവൃത്തിയാണ്. അതിനാണ് പലരും മെന്റർ തിരക്കുന്നത്. കാരണം ഇയാൾ ചിലപ്പോൾ പലരും മെന്ററിങ് നടത്തുന്നതിന്റെ കാര്യം തന്നെ നമ്മൾ ജേർണലൊക്കെ എഴുതിയിട്ട് 4 ദിവസം കഴിയുമ്പോഴത്തേക്ക് ബാങ്കിൽ ഒരിക്കൽ പോകും. ബാങ്കുകാര് ഒക്കത്തില്ല, നിങ്ങൾക്ക് അർഹതയില്ല, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡോക്യുമെന്റ് ശരിയല്ലെന്ന് പറയുമ്പോൾ അയാളെ അങ്ങ് മടക്കി വെക്കും. വേറെ സോഴ്സ് കണ്ടെത്തില്ല, അയാൾക്ക് നിരാശയായിരിക്കും, ചിലപ്പോൾ മടിയായിരിക്കും. പിന്നെ അടുത്ത ഇതിനൊക്കെ ഓവർടേക്ക് ചെയ്യാൻ മെന്ററിങ്, നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും മെന്ററിങ് എടുക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. ഈ സംഗതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന മെന്ററിങ്. പക്ഷെ മെന്ററിങ് എടുക്കുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നിങ്ങൾക്ക് മെന്ററിങ് വേണ്ടെങ്കിൽ നിങ്ങൾ ആ നിലയിൽ പോവാം. മെന്ററിങ് വേണമെങ്കിൽ ആ മെന്ററിങ് എടുക്കുമ്പോൾ അടുത്ത ബന്ധുക്കളെ എടുക്കരുത്. കാരണം 2-3 കാര്യമാണ്. ഒന്ന്, നമ്മുടെ അമ്മാവനോ അച്ഛനോ ചേട്ടനോ ഒക്കെ ആണെങ്കിൽ നമ്മുടെ മണ്ടയിൽ അധികാരം ഉപയോഗിക്കും. അവരുടെ അധികാരം പക്ഷപാതമായിരിക്കും. അപ്പൊ അവര് അങ്ങനെ അധികാരം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യം പോയി. ലോകത്ത് ഏറ്റവും വേണ്ടത് സ്വാതന്ത്ര്യമാണ്. നമ്മുടെ കാര്യങ്ങൾ തുറന്നു പറയാനും അച്ഛനോടും ചേട്ടനോടും പല കാര്യങ്ങളും പറയാൻ പറ്റാത്ത വരും. അപ്പൊ അവര് വഴക്ക് പറയും, ആഹാ നീ ഇങ്ങനെ പോയി നഷ്ടത്തിൽ വന്നു, നിന്നോട് അന്നേ പറഞ്ഞാണ് ഞാൻ ഇതൊന്നും ചെയ്യണ്ടെന്ന്, നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് വീട്ടിലെ കാര്യങ്ങൾ നോക്കൂടെ എന്ന് പറയും. അപ്പം നമുക്ക് അടുത്ത ബന്ധുക്കള്, പിന്നെ സുഹൃത്തുക്കളെ ഏൽപ്പിക്കരുത്. കാരണം സുഹൃത്തുക്കൾ പല അസൂയാണ്.
കാരണം അത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ്. നമുക്ക് അറിയാൻ വയ്യാത്ത ഒരാള് ഇല്ലെ നമ്മളുമായിട്ട് അകന്നു നിൽക്കുന്ന ആളോട് നമുക്ക് അസൂയ വരത്തില്ല. നമുക്ക് ആർക്കെങ്കിലും മമ്മൂട്ടിയോടോ മോഹൻലാലിനോടോ അസൂയുണ്ടോ? ഇല്ല. കാരണം അവരെ നമുക്ക് നേരിട്ടറിയില്ല. ആ സമയത്ത് അടുത്ത് നമ്മുടെ ഏറ്റവും അറിയാവുന്ന ഒരാള്, നമ്മളോടൊപ്പം പ്രവർത്തിച്ച ആള് വലിയ ഉയരങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുമെങ്കിൽ നമുക്കൊരു അസൂയ വരും. അവൻ എങ്ങനെ എത്തി? എന്നെക്കാൾ സ്കൂളിൽ പഠിച്ചപ്പോൾ ഞാനായിരുന്നു മാർക്ക് കൂടുതൽ, ഇപ്പൊ അവൻ എങ്ങനെ എത്തി? അപ്പൊ എന്തോ കൃത്രിമ മാർക്ക് ഉണ്ടാവും. അപ്പൊ അങ്ങനെ നമുക്കറിയാവുന്ന ഒരുത്തൻ നന്നാവുമ്പോൾ ആ മനുഷ്യൻ്റെതായ സ്വാഭാവികമായ ഒരു ജലസി ഉണ്ടാവും. അത് മനുഷ്യന്റെ സ്വഭാവമാണ്, മനുഷ്യന്റെ മനസ്സിലുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ മെന്ററിങ്ങും ശരിയാവും. കാരണം പലപ്പോഴും ഈ അസൂയ വെച്ചിട്ട് ഇടയ്ക്ക് വെച്ച് അപ്പൊ നമുക്ക് നിഷ്പക്ഷമായിട്ട് ഞാൻ ഈ ലെക്ചറൊക്കെ നോക്കി ഞാൻ എവിടം വരെ എത്തി അത് മനസ്സിലാക്കാനും, അത് ഓൺലൈനായിട്ടെങ്കിൽ ചിലപ്പോൾ എല്ലാവരെയും നേരിട്ട് കാണണമെന്നില്ല. ഈ ഇന്നത്തെ കാലത്ത് അമേരിക്കയിലുള്ളൊരു മെന്റർ എടുക്കാം. നിങ്ങൾക്ക് പിന്നെ നേരിട്ട് തന്നെ ഇത് TV-യിലൂടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ വീഡിയോ കോൾ ചെയ്യാം. ഞാൻ എല്ലാ സൗകര്യം എളുപ്പമാണ്. ഇതുപോലെ നമുക്ക് നിങ്ങളെ ഞാൻ കാണുന്ന പോലെ, നിങ്ങൾ എന്നെ കാണുന്ന പോലെ നിങ്ങൾക്ക് അമേരിക്കയിലുള്ളത്, ഇംഗ്ലണ്ടിലുള്ളത്, നിങ്ങൾക്ക് എവിടെയാണ് മെന്റർ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. പക്ഷെ ആ മെന്റർ നിങ്ങളെ സഹായിക്കാൻ കഴിവുള്ളവരായിരിക്കണം. ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഏത് കാര്യത്തിലാണ് മെന്റർ വേണ്ടതെങ്കിൽ ആ നിലയിലേക്ക്, ഫിനാൻസിലേക്കാണ് മെന്റർ വേണ്ടെങ്കിൽ അവിടെ അങ്ങനെ ഒരു മെന്റർ എടുക്കണം. അതിന് ഫിനാൻഷ്യലായിട്ട് CA-കാരൻ എടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അല്ലാതെ ആരെങ്കിലും ഒക്കെ എടുത്ത് എന്നെ പിടിച്ച് നിങ്ങൾ ഫിനാൻസ് മെന്റർ ആക്കിയാൽ എനിക്കത് പറ്റത്തില്ല. കാരണം എനിക്ക് എന്നെക്കാൾ അറിയാവുന്ന ആളാണ് CA-കാരൻ. ഇല്ലെങ്കിൽ ഒരു പിന്നെ MCOM ഫിനാൻസ് എടുത്ത ഒരാൾക്ക് അവർക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും. അങ്ങനെ ഓരോ കാര്യത്തിനും, ഒരു സൈക്കോളജി, അങ്ങനെ ഓരോ കാര്യത്തിനും നിങ്ങൾക്ക് ആര് സഹായിക്കാൻ പറ്റുമോ അവരെ മെന്ററായിട്ട് എടുക്കുകയും അവരുടെ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുകയും അവരോട് കാര്യങ്ങളും തിരിച്ചടികളും ഒക്കെ തുറന്നു പറയുകയും അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്താൽ ജേർണലിങ്ങും വെച്ചിട്ട് വരുമ്പോൾ ആ കാര്യങ്ങളിൽ ഒരു സ്ഥലത്തെത്താൻ പറ്റും. ഈ ജേർണൽ എഴുതാൻ മാത്രമല്ല, ആ എഴുതി അനുസരിച്ച് പ്രവർത്തിക്കണം. അതിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയാണ് ആരെങ്കിലും ഏൽപ്പിക്കണം. കയ്യിലെ നമ്മൾ മടിയായി നമ്മൾ കിടന്നുറങ്ങിയാൽ രാവിലെ അലാറം വെച്ച് നമ്മളെ വിളിക്കുന്ന, നമ്മൾ അങ്ങനെ ഒരു ആളാണെങ്കിൽ ഇപ്പം 5 മണിക്ക് എഴുന്നേൽക്കണം, പക്ഷെ നമുക്ക് 7 മണി വരെ ഉറങ്ങുമെങ്കിൽ നമ്മൾ രാവിലെ അലാറം വെച്ച് ഉണർത്താൻ പറ്റുന്ന ഒരാളിനെ നമ്മൾ മെന്ററാക്കണം. ചിലപ്പോൾ അത് വീട്ടിലെ ഭാര്യ ആയാലും മതി. ആ കാര്യത്തിൽ ഇത് വേണമെങ്കിൽ മെന്ററാക്കാം. ഇതാണ് ഇന്ന് പഠിപ്പിച്ചത്, ഇതുവരെ പഠിപ്പിച്ചത്. ഇത് നമ്മൾ ഒന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇന്ന് ചെയ്യാൻ സ്പീഡിൽ പോയി. അവസാനം സമയമൊക്കെ ആയതുകൊണ്ട് അവസാനം സ്പീഡിൽ ആയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാം. ഈ ജേർണലിംഗ് മുതൽ പഠിച്ചാൽ നിങ്ങളുടെ ഞാൻ നേരത്തെ പറഞ്ഞ ഇത് മുതൽ ആക്ഷൻ പ്ലാൻ മുതൽ പറഞ്ഞാൽ മതി. ആർക്കെങ്കിലും പറയാമോ? ഞാൻ ഇത് അവസാനം പറഞ്ഞ കാര്യം പലർക്കും മനസ്സിലായി കാണത്തില്ല. കാരണം ഇത് സാധാരണ ലോ ഓഫ് അട്രാക്ഷൻ പഠിപ്പിക്കുന്ന ആൾക്കാരെ പലരും പഠിപ്പിക്കാറില്ല. അവരിങ്ങനെ അഫർമേഷനും മെഡിറ്റേഷനും കഴിഞ്ഞിട്ട് വിടും. അത് പ്രായോഗിക തലത്തിൽ എങ്ങനെ നേടാം എന്ന് പഠിപ്പിക്കുന്നതിന് ചുരുക്കമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്കും ഈ കാര്യങ്ങൾ പെട്ടെന്ന് നേടാൻ കഴിഞ്ഞില്ലായിരിക്കും. പക്ഷേ ഞാൻ വേണമെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. മനസ്സിലായ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവാത്ത കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. പറഞ്ഞോളൂ. ആരെങ്കിലും ഒരാള് മുന്നോട്ട് വരൂ. അപ്പൊ സാർ വിനോദാണ്. പറയൂ. നിങ്ങൾക്കാണ് ഇതിന് അർഹത. കാരണം നിങ്ങൾക്ക് കുറച്ചുകൂടി അർഹത ഉണ്ട്. നിങ്ങളൊരു സ്ഥാപനത്തിലെ ഒരു മാനേജറായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. പറഞ്ഞോളൂ. സാറേ, അപ്പൊ നമ്മളിപ്പോ നമ്മള് ഒരു ശബ്ദം കിട്ടുന്നില്ല കേട്ടോ. ശബ്ദം കിട്ടുന്നില്ല. ഹലോ, ശബ്ദത്തിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. അവിടത്തെ ഇതായിരിക്കും, റേഞ്ച് ആയിരിക്കും, ചിലപ്പോൾ ഇന്റർനെറ്റിന്റെ റേഞ്ച്. ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ കറക്റ്റ് കേൾക്കാം. അപ്പൊ നമ്മുടെ ഒരു ലക്ഷ്യം കുറിച്ച് കഴിഞ്ഞു. അതിന് നമ്മൾ നേരത്തെ പറഞ്ഞ മെഡിറ്റേഷൻ, അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആക്ഷൻ പ്ലാനിലേക്ക് എടുക്കുകയാണ്. ആക്ഷൻ പ്ലാനിൽ വരുന്നത് ഒന്നാമതായിട്ട് വരുന്നത് ജേർണലിംഗ് ആണ്. ജേർണലിംഗ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു 200 പേജ് നോട്ട്ബുക്ക് എടുക്കുക. ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ തന്നെ പിന്നെ നമ്മളെ ലക്ഷ്യം എഴുതുക. ഒന്നാമതായി ലക്ഷ്യം എന്താണെന്ന് എഴുതുക. രണ്ടാമതായി ഞാൻ അതിന് അർഹനാണോ എന്ന് എഴുതുക. അതായത് നമ്മളിപ്പോ ഒരു IAS കാരനാണെന്ന് വെച്ചാൽ ഒരു ഡിഗ്രി എങ്കിലും ഉണ്ടാവണം. ഡിഗ്രി ഇല്ലാത്ത ആൾ ആഗ്രഹിച്ചിട്ടായിരിക്കും എന്ന രൂപത്തിൽ
നമുക്ക് അതിനുള്ള അർഹതയുണ്ടോ? ഞാനൊരു പാട്ടുകാരനാണെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും പാടിയിട്ടുണ്ടാവും. ആ രൂപത്തില് ഞാൻ അതിന് അർഹനാണോ എന്നുള്ളത് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് എഴുതുക. മൂന്നാമത്തെ ഒരു പോയിന്റ്, ഇതിനൊക്കെ എന്റെ കയ്യിൽ എന്തൊക്കെ ടൂൾസ് ഉണ്ട്. അത് പാട്ടുകാരനാണെങ്കിൽ പാട്ട് പാടാൻ അറിയാം, അല്ലെങ്കിൽ ഞാനൊരു ബിരുദധാരിയാണ്, ഗ്രാജുവേറ്റ് ആണ്, അല്ലെങ്കിൽ ഞാൻ ചിത്രം വരക്കും. അങ്ങനെ ഞാൻ ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന് എൻ്റെ അടുത്ത് എന്തൊക്കെ ടൂൾസ് ഉണ്ട്. ഇനി എൻ്റെ കയ്യിൽ ഇല്ലാത്ത ടൂൾസുകൾ എന്തൊക്കെ, അതിനാരൊക്കെ എന്നെ സഹായിക്കാനുണ്ട്, എന്തൊക്കെ സംഗതികൾ ഞാനതിൽ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് എന്നൊക്കെ പിന്നെ എഴുതണം. ഇത് കൂടാതെ നമ്മളിപ്പോ ജേണല് ഫസ്റ്റ് ദിവസം ഇങ്ങനെ എഴുതി, രണ്ടാമത്തെ ദിവസം നമ്മൾ ഇതിന്റെ പ്രോഗ്രസ് ആണ് എഴുതുന്നത്. ഞാൻ ഇന്ന ടൂള് പിന്നെ കൂടുതലായിട്ട് എടുത്തു, അല്ലെങ്കിൽ ഞാൻ PSC എക്സാമിന് അപേക്ഷ അയച്ചു, അതല്ലെങ്കിൽ ഞാനൊരു PSC കോച്ചിങ് ക്ലാസ് ചേർന്നു, അല്ലെങ്കിൽ ഞാനൊരു ഡാൻസ് സ്കൂളിൽ ചേർന്നു. ഇങ്ങനെ ഈ രൂപത്തിൽ ഒരു പ്രോഗ്രസ് ഉള്ളത് എല്ലാ ദിവസവും നമ്മളിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. അപ്പോൾ പ്രോഗ്രസ്സിലേക്ക് പിന്നെ നമ്മൾ ടൂളിങ്ങനെ ഏടായി വരും. പക്ഷെ എന്ത് സംഭവിക്കുന്നത്, സ്വാഭാവികമായിട്ട് പിന്നെ നമ്മൾ മനുഷ്യരാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മളിത് ഇതൊരു കൃത്യമായി നോക്കാതെ വരും. അപ്പൊ അതിന് നല്ലൊരു മാർഗം എന്താണെന്ന് പറഞ്ഞാൽ ഒരു മെന്റർ നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അതായത് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളുണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മളെ വഴി ശരിയാണോ, അതിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടോ എന്നൊക്കെ പറയാൻ, ഉപദേശിക്കാൻ ഒരു മെന്റർ ഉണ്ടായിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ഒരു മെന്റർ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഏത് ഫീൽഡാണോ ഉദ്ദേശിക്കുന്നത് ആ ഫീൽഡിൽ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ ആയിരിക്കണം. അതായത് സാമ്പത്തികമാണ് നമ്മളെ ലക്ഷ്യമെങ്കിൽ ഒരു CA കാരനോ ഒരു MCOM കാരനോ, അതല്ലെങ്കിൽ നമ്മൾ പാട്ടുകാരനാവണം എന്നാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ അങ്ങനെയുള്ള പിന്നെ നല്ല സംഗീതജ്ഞർ, ഗായകര്, അങ്ങനെയുള്ള ആളുകൾ ആയിരിക്കണം മെന്റർ. അതേസമയത്ത് മെന്റർ നമ്മുടെ ബന്ധുവായിരിക്കാൻ പാടില്ല. നമ്മളെ പിതാവോ പിന്നെ അല്ലെങ്കിൽ അമ്മ. ഓക്കെ, വളരെ നന്നായിരിക്കുന്നു. താങ്ക് യു. അത് മനസ്സിലേക്ക് കയറി. എനിക്ക് അതിനകത്ത് വലിയ സന്തോഷമുണ്ട്. കാരണം ഇത് പലർക്കും പെട്ടെന്ന് മനസ്സിലാകാത്ത കാര്യമാണ്. അത് പിന്നെ കാരണം ബാക്കിയൊക്കെ എളുപ്പമാണ്. കാരണം എല്ലാവരും എന്നും കേൾക്കുന്നതാണ് ഈ അഫർമേഷനും സപ്ലിമെന്റലും ഒക്കെ. എല്ലാവരും സ്ഥിരം കേൾക്കുന്നതുകൊണ്ട് ആൾക്കാർക്ക് എളുപ്പമാണ്. അവർ കേട്ടപ്പോൾ ഈ ജേർണലിങ് എല്ലാവരും ഒന്നും കേട്ട് കാണത്തില്ല. അതുകൊണ്ട് തന്നെ പാടായിരുന്നായിരിക്കും. എന്തായാലും അത് വളരെ ഇതായിട്ട് വിനോദ് സാർ പറഞ്ഞു. വളരെ സന്തോഷം. ഇനി ആ റഷീദ് ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. റഷീദ് ഇല്ല. അടുത്തത് പിന്നെ ഗോപാലകൃഷ്ണൻ സാറിന് വല്ലതും പറയാമോ? പറയാം സാർ. പറയൂ. Sir, we should maintain a journal of what you have done. You should take a notebook and write what all things, what is your action plan, meditation, gratitude, all those things. You should find out whether you are eligible for the goal you have selected. Then what all things are required, you should find out. Then what all things you are having, that also you have to find out. How much you have reached towards the goal should be noted. While you are marching towards the goal, what blunders you have committed, and what all things you have done to avoid such blunders. If you can proceed without a mentor, you can proceed. If you choose your mentor and as per his direction and guidance, proceed further. ഓക്കെ, താങ്ക് യു സാർ. വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. ഇനി നമ്മുടെ പിന്നെ പത്മാമ്മ ആണെങ്കിൽ നമ്മൾ ട്രെയിനറും കൂടാണ്. അപ്പം പത്മാമ്മ ഇതിന്റെ ആദ്യം മുതൽ അവസാനം വരെ കണക്ക് ഒരു ഫ്ലോ ഇന്ന് നമ്മൾ കുറച്ചല്ലേ എടുത്തുള്ളൂ. ആദ്യം മുതൽ അവസാനം വരെ ഓടിച്ചെന്ന് പറയാൻ കഴിയുമെങ്കിൽ മാമിനും ഒരു ഗുണമായിരിക്കും. നമുക്കെല്ലാം അത് ഒന്നുകൂടെ ഒന്ന് റീകളക്ട് ചെയ്യാൻ പറ്റും. പറയാൻ പറ്റുമോ മാം? പത്മാമ്മ മാം അതെല്ലാം കേട്ടിട്ട് പോയി കാണും. കുഴപ്പമില്ല.
കുറച്ച് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായി സാർ. അപ്പോ മനസ്സിലായി. അപ്പൊ ഈ ജേർണലിംഗ് നമ്മൾ ആക്ഷൻ പ്ലാനത് പ്രധാന കാര്യമാണ്. ആ ജേർണലിംഗ് എല്ലാ ദിവസവും എഴുതുക, അതാണ് അതിനകത്ത് പ്രധാന കാര്യം. കാരണം ജേർണലിംഗ് എല്ലാ ദിവസവും എഴുതുക, നമ്മുടെ പുരോഗതിക്ക് വിലയിരുത്തുക, ഓരോ ദിവസവും ഉണ്ടാകുന്ന സംഭവങ്ങൾ എഴുതുക, അതിനകത്ത് നമുക്ക് എവിടെയൊക്കെ പാഴ്ചകളെന്ന് എഴുതുക, അത് പരിഹരിക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ വേണമെന്ന് നമുക്ക് അവിടെ ഓരോ ദിവസവും കുറിച്ച് വെക്കണം. നമ്മുടെ പ്രോഗ്രസ് നമ്മൾ വിലയിരുത്തണം. മെന്റർ വേണ്ട എങ്കിൽ നമ്മൾ സ്വയം വിലയിരുത്തണം. ഇല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഒക്കെ ഒരു സഹായത്തിന് വിളിക്കുന്നെങ്കിൽ അറിയാവുന്നവരാണെങ്കിൽ അവരെ അടുത്ത് ഇത് വിലയിരുത്തണം. നമ്മൾ ഓപ്പൺ ആയിട്ട് തന്നെ ആൾക്കാരുടെ അടുത്ത് തുറന്നു പറയാൻ പറ്റണം. എനിക്ക് ഇന്ന ഇടത്ത് പാളിച്ചുകൊണ്ട് അത് എങ്ങനെ പരിഹരിക്കുമെന്ന് അറിയാവുന്നവർ ചോദിക്കണം. എല്ലാ കാര്യങ്ങൾക്കും ലോകത്ത് ആരുമില്ല. എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയില്ല, അതുപോലെ തന്നെ വേറെ ആൾക്കാർക്ക് എല്ലാ കാര്യങ്ങളും അറിയില്ല. ഓരോരുത്തർക്കും അറിവിന് പരിമിതികളുണ്ട്. ആ അറിവിന്റെ പരിമിതികൾ കണക്കാക്കാൻ മാറ്റാൻ വേണ്ടി നമ്മൾ അതിന് വേണ്ടുന്ന ആൾക്കാരെ എടുക്കണം. അതിനു വേണ്ടിയുള്ള ആൾക്കാരോട് ചോദിക്കണം, പുസ്തകങ്ങൾ വായിക്കണം. നമ്മളിപ്പം റീഡിങ്, ഇപ്പൊ ലോകത്ത് ഇപ്പം പല കാര്യങ്ങൾക്കും നമുക്ക് എല്ലാത്തിനകത്തും യൂട്യൂബിലുണ്ട്, നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും, പുസ്തകങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ഒന്നുകിൽ ചോദിച്ച് മനസ്സിലാക്കണം, ഇല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കണം, ഇല്ലെങ്കിൽ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് മനസ്സിലാക്കണം. അങ്ങനെ ആ മനസ്സിലാക്കി ഞാൻ ഇന്നയിടത്ത് നിന്ന് മനസ്സിലാക്കിയെന്ന് ജേർണൽ എഴുതണം. ഇനി അതിന്റെ ഇങ്ങനെ ഓരോ സ്റ്റെപ്പും ഓരോ ദിവസവും ജേർണൽ എഴുതി ആ ജേർണലിന്റെ ഇതിനകത്ത് ആ ഓരോ വരികളിനകത്തും എന്തൊക്കെ പാളിച്ചകളുണ്ട് എന്ന് മുന്നോട്ട് പ്ലാൻ ചെയ്ത് ആ പാളിച്ചകൾ പരിഹരിച്ച് മുന്നോട്ട് പോയാൽ ഈ അഫർമേഷനും ഒക്കെ നമുക്ക് നടക്കും. അല്ലാതെ നമ്മൾ ഇതൊക്കെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. അപ്പൊ അത് കൊണ്ട് നമുക്ക് ആ സംഗതികളിൽ നമ്മൾ വളരെ കാര്യമായിട്ട് ഈ ചെയ്യണം. അതായത് ആക്ഷൻ പ്ലാനാണ് ഏറ്റവും പ്രധാനം. ഈ ആക്ഷൻ പ്ലാൻ ഇല്ലാതെ നമ്മൾ വെറുതെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ആക്ഷൻ പ്ലാൻ ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നല്ലാതെ വലിയ കാര്യമില്ല. അപ്പോൾ ആ ആക്ഷൻ പ്ലാനും അതിന്റെ ഫോളോ അപ്പും വേണം. ഓക്കെ. അപ്പൊ അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി അവസാനമായിട്ട് പറയാം. അതായത് നമ്മൾ ഇന്ന് ക്ലാസ് നിർത്തുമ്പോൾ ബ്രൂസ് ലീയുടെ ഒരു ഫേമസ് കോട്ടോടുകൂടിയാണ് നമ്മൾ ഈ ക്ലാസ് ഇന്ന് അവസാനിപ്പിക്കുന്നത്. 1000 വിദ്യകൾ പഠിച്ച ഒരാളെ എനിക്ക് ഭയമില്ല, പക്ഷേ ഒരു വിദ്യ 1000 പ്രാവശ്യം പരിശീലിച്ചവനെ ഞാൻ ഭയപ്പെടുന്നു. ബ്രൂസ് ലീ പറഞ്ഞതാണ്. അതായത് 1000 വിദ്യകൾ നമ്മൾ പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, പക്ഷെ പഠിച്ച വിദ്യ അത് പ്രാക്ടീസ് ചെയ്യണം, പരിശീലിക്കണം. നിങ്ങൾ ഈ പറഞ്ഞ ഈ കാര്യങ്ങൾ, ഇന്ന് ഇവിടുന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ, ഇന്നലെ ഇന്നുമായിട്ട് പഠിപ്പിച്ച കാര്യങ്ങൾ, അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. എല്ലാ ദിവസവും ഇത് നിങ്ങൾ നോട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാണണം. കണ്ടിട്ട് ഈ അഫർമേഷനും മെഡിറ്റേഷനും പിന്നെ ഒക്കെ അതുപോലെ ജേർണലിങ്ങും ഒക്കെ നമ്മൾ ചെയ്യണം. അതിനകത്ത് ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ ചിലപ്പോൾ ആദ്യം നമ്മൾ 1-2 സ്റ്റെപ്പ് വരെ നമ്മൾ ചെയ്യേണ്ട, പിന്നീട് എന്നും ആവർത്തിക്കേണ്ടാത്ത കാര്യങ്ങളാണ്. ഗോൾ കണ്ടെത്തി കഴിഞ്ഞു, ഞാൻ ഗോൾ കണ്ടെത്താൻ വീണ്ടും പോകേണ്ട കാര്യമില്ല. നമ്മൾ ഗോൾ കണ്ടെത്തി ലക്ഷ്യം കണ്ടെത്താൻ വേണ്ടി നമ്മൾ കുറെ സംഗതികൾ ചെയ്തല്ലോ. ആ ഗോൾ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പിറകോട്ട് പോകരുത്, പിന്നെ പോകേണ്ടത് മുന്നോട്ടാണ്. പിന്നെ അവിടെ നമ്മൾ ചെയ്യേണ്ടത് പിന്നെ മെഡിറ്റേഷൻ, അഫർമേഷൻ, പിന്നെ വിഷ്വലൈസേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ അത് പരിശീലിക്കണം ഓരോ ദിവസവും. ഓരോ ദിവസം കൊണ്ട് ഈ മെഡിറ്റേഷൻ നിർത്തരുത്, ഒരു ദിവസം കൊണ്ട് അഫർമേഷൻ നിർത്തരുത്, ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാ ദിവസവും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് വരെ നമ്മളിത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ ജേർണൽ എഴുതണം. അപ്പൊ അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ, ഇന്നലെ പഠിപ്പിച്ച കാര്യങ്ങളിൽ നമ്മൾ ഓരോ ദിവസം ലക്ഷ്യം എവിടെ നേടിയോ അവിടെ കഴിഞ്ഞിട്ട് പുതിയ കാര്യങ്ങളിലേക്ക് പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ ആദ്യമുള്ള കാര്യങ്ങളല്ല നമുക്ക് ചെയ്യേണ്ടത്. ആദ്യമുള്ള കാര്യം ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ പിന്നെ ആ ലക്ഷ്യം നേടിയതിനു ശേഷം പഠിപ്പിച്ച ആ ഫീലിങ്സും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ വിഷ്വലൈസേഷനും മെഡിറ്റേഷനും അഫർമേഷനും ഒക്കെയാണ് ചെയ്യേണ്ടത്. പിന്നെ ജേർണൽ എഴുത്ത് വളരെ കൃത്യമായിട്ട് വേണം. ജേർണൽ എഴുത്ത് മാത്രം നടക്കരുത്. കാരണം പലരും അങ്ങനെ ഡയറിയിൽ എഴുതി വെക്കും. എല്ലാം നമ്മുടെ 2025 ഞാൻ നേടാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ഡയറി എഴുതി വെക്കും. ഞാൻ 50 കാര്യങ്ങൾ നേടണം, എന്നിട്ട് എല്ലാ ദിവസവും ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അയാൾ സംഗതി അങ്ങനെ എഴുത്ത് മാത്രം നടക്കും, പക്ഷെ കാര്യങ്ങൾ ഓരോ ദിവസത്തെ പുരോഗതി എഴുതത്തില്ല. അതുകൊണ്ട് ഓരോ ദിവസവും നടത്തുന്ന കാര്യങ്ങൾ എഴുതുക, ജേർണൽ എഴുതുക, അവസാനം ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയും. ഇനി നമ്മളെ ഇന്നത്തെ ക്ലാസ്, ഇന്ന് 2 ദിവസം ഞാൻ ക്ലാസ് എടുത്തു. അതിനെക്കുറിച്ച്
അതിനകത്ത് നേട്ടങ്ങളും പോരായ്മകളും ഒക്കെ നിങ്ങൾക്കൊന്ന് പറയാം. എനിക്കും എന്നെ വിലയിരുത്തണമല്ലോ. നമ്മൾ ഈ ജേർണൽ എഴുതി പിന്നെ നിങ്ങൾ വിലയിരുത്തുന്ന പോലെ എനിക്ക് എന്നെ വിലയിരുത്തുന്നത് നിങ്ങൾ മുഖാന്തരമാണ്. ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അഭിപ്രായം, അതിന്റെ പോരായ്മകൾ, അതിന്റെ നേട്ടങ്ങളെയൊക്കെ പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഞാനീ പ്രത്യേകമായിട്ട് വിളിക്കുന്നില്ല, ആരും ഓർത്തിട്ട് പറയൂ ആരെങ്കിലും ഒക്കെ. എല്ലാവർക്കും മുന്നോട്ട് വളരെ നല്ല ക്ലാസ് ആയിരുന്നു സാർ. ഞാൻ ഓക്കെ. ഇതിനു മുമ്പും ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞു തന്നത് സാറിന്റെ കയ്യിൽ നിന്ന്. ഓക്കെ, താങ്ക് യു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ അഭിപ്രായങ്ങള്? നമ്മുടെ പിന്നെ വിനോദ് സാറേ വിനോദ്. പറഞ്ഞോളൂ. സാറേ നല്ല ക്ലാസ് ആയിരുന്നല്ലോ. ഇന്നും സാറിന്റെ ക്ലാസ് എന്തായാലും തന്നെ ഒരു 2 ദിവസം കേൾക്കാൻ ഒരു ഭാഗ്യം. ഇനിയും ഇതിന്റെ ഇടയ്ക്ക് സാറ് ഈ ക്ലാസ് എടുക്കാൻ വരണം. സാറിന്റെ ക്ലാസ് നമുക്ക് വരാം. നമുക്ക് കഴിയുന്ന ഒരു ഭാഗ്യമാണ്. പുതിയ ഇതുമായിട്ടും പുതിയ വിഷയങ്ങളുമായിട്ടും പുതിയ രീതികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നല്ല ക്ലാസ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു. ഇനി സാർ ഉണ്ടാവൂലേ സാർ? കാണും ഞാൻ കാണും. ഇനി അടുത്ത ഈ വിഷയം ഇങ്ങനെ വരുമ്പോൾ, നമ്മൾ സൈഡുകൾ വരുമ്പോൾ ഇടയ്ക്ക് നമ്മൾ നല്ലൊരു വിഷയമായിട്ട് വരാം. ഈ ഇതിൽ തന്നെ ഈ നമ്മുടെ ലോ ഓഫ് അട്രാക്ഷനിൽ നമുക്ക് ഇനി ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ പറഞ്ഞു തരാം. അപ്പൊ അതിനകത്ത് നമ്മുടെ വിന്നർ സാറും ഉണ്ടാവും, ഡോക്ടറും കാണും, ഞാനും കാണും. നമ്മൾ പോകുന്നില്ല. ഞാനും അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമുക്ക് പഠിപ്പിച്ച കാര്യങ്ങൾ എത്രത്തോളം വിജയിച്ചു, എത്രത്തോളം പരാജയപ്പെട്ടു എന്നൊക്കെ നമുക്ക് സ്വയം ഒരു അവലോകനം നടത്താൻ വേണ്ടി നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചതേ ഉള്ളൂ. എന്തായാലും നമ്മൾ ഇനിയും കാണും. ഇനി എല്ലാ ദിവസവും കാണും. ഈ 10 ദിവസവും നമുക്ക് കാണാം. പിന്നെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ക്ലാസ് മുമ്പ് തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പൊ അങ്ങനെ നമുക്ക് വീണ്ടും കാണാം. ഇന്ന് ഇപ്പം 9:50 എല്ലാവർക്കും ഉറങ്ങാനുള്ള സമയമായി. അപ്പോൾ നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതാണ് ഞാൻ പറഞ്ഞ കാര്യം. പ്രാക്ടീസ് ചെയ്യുക, അത് വായിക്കുക. നിങ്ങൾ നോട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഇതൊക്കെ ചെയ്യണം. അതായത് നമ്മൾ ഏറ്റിലെ പശു പുല്ല് തിന്നത്തില്ല. ആ കാര്യം കൂടി ഓർക്കുക. പഠിച്ചുകൊണ്ട് മാത്രം കാര്യമാവുന്നില്ല, അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരണം. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ശുഭരാത്രി നേരുന്നു. ഗുഡ് നൈറ്റ് സാർ. താങ്ക് യു സാർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.